സൃഷ്ടാവാം ദൈവമേ, സത്യസനാതനം ചൈതന്യമേ, പുണ്യം വഴിയും നിൻ കാരുണ്യരശ്മിയിൽ എന്നെന്നും ഞങ്ങളിൽ തൂകണം നീ, എന്നെന്നും ഞങ്ങളിൽ തൂകണം നീ. സൃഷ്ടാവാം ദൈവമേ, സത്യസനാതനം ചൈതന്യമേ, പുണ്യം വഴിയും നിൻ കാരുണ്യരശ്മികൾ എന്നെന്നും ഞങ്ങളിൽ തൂകണം നീ. സംരംഭകശ്രീ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു. ഗുരു നിത്യചൈതന്യയുടെ പേരിലുള്ള ഈ പുരസ്കാരം തിരുവനന്തപുരത്തുള്ള ഭൂഭീഷണ മാസികയും കണ്ണൂർ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും അതോടൊപ്പം തന്നെ കൈരളി സേവക സമാജവും കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പും ഒക്കെ ചേർന്നിട്ടാണ് നൽകുന്നത്. ഈ ഒരു പുരസ്കാരം ബാബുവിനെ തേടിയെത്തിയപ്പോൾ ഒരുപക്ഷെ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ബാബുവിനോടൊപ്പം ഏറ്റവും അധികം സന്തോഷിച്ചത് ഒരുപക്ഷെ നമ്മളായിരിക്കാം. കാരണം നമ്മുടെ മയിൽ മേഖലയിലുള്ള കായിക രംഗത്തെ മറ്റ് സാംസ്കാരിക മേഖലകളിലുമൊക്കെ സമഗ്രമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പവർ ക്രിക്കറ്റ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ബാബു എന്നത് സമാനതകളില്ലാത്ത സംഘാടനത്തിൻ്റെ പേരായിട്ട് നമ്മൾക്ക് നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീകമാണ്. അപ്പോൾ ബാബുവിന് ലഭിച്ച ഈ അംഗീകാരത്തിന് ഏറ്റവും ആദ്യം തന്നെ മയിൽ മേഖലയിൽ ഒരു ആദരവ് കൊടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനിഞ്ഞാന്ന് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ മണ്ണിൽ തുഞ്ചൻ പറമ്പിൽ വെച്ച് ഏറ്റുവാങ്ങിയ സ്വീകരണത്തെ തുടർന്ന് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഇത്തരമൊരു ആദരവ് ബാബുവിനൂടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ സംയുക്തമായിട്ട് യോഗം ചേർന്ന് എല്ലാവരും ഏകകണ്ഠേന തീരുമാനത്തിലെത്തിയത്. ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള മയിൽ ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് ആളുകളെ നമ്മളങ്ങനെ വിശേഷണം ചാർത്തി അവരുടെ പേരിനോടൊപ്പം പറയാറുണ്ടെങ്കിലും രവിയേട്ടനെയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എങ്കിലും ഞാൻ ഇന്നലെയുള്ളൊരു പരിപാടിയിലും പറഞ്ഞു, നമ്മെ സംബന്ധിച്ചൊരു ജനകീയ മുഖം തന്നെയാണ് നമ്മുടെ EM സുരേഷ് ബാബു. EMS എന്ന് ത്രയക്ഷരത്തിൽ അറിയപ്പെടുന്ന EM സുരേഷ് ബാബു. ഒന്ന് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിഭാവനം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതികൾ, അതിലൊക്കെ ഉപരിയായിട്ട് ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിക്കാനുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മത സാമുദായിക ചിന്തകൾക്ക് അതീതമായിട്ട് പരസ്പര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുത്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള വലിയൊരു മനസ്സ് കാണിക്കുന്ന EM സുരേഷ് ബാബു പവറിൻ്റെ എല്ലാ പരിപാടികളിലും അവരുടെ സമാനതകളില്ലാത്ത നിസ്തുലമായിട്ടുള്ള സംഭാവനകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അവരെ ഈ ഒരു അധ്യക്ഷ പദവിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ വനിത ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി അജിതയാണ്. ഞാൻ ഈ പരിപാടിയായി ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു പരിപാടിയുടെ നല്ല ഗംഭീരമായിട്ട് കൊടുക്കണം, നമുക്ക് ഞാൻ ഉണ്ടാവും, ഞായറാഴ്ചയാണെങ്കിലും എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞാൻ വരും എന്ന് പറഞ്ഞു. ആ ഒരു മനസ്സാണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്. നിറഞ്ഞ മനസ്സോടെ നമ്മുടെ ഇന്നത്തെ പ്രിയങ്കരിയായിട്ടുള്ള ഘടക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യാം. പിന്നെ ഇവിടെ 3 പേര് ഒരുപക്ഷെ നിങ്ങൾ വേദിയിൽ കാണുന്നുണ്ടാവും. മയിൽ മേഖലയിൽ ഇവർ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ നമ്മളിൽ ഇരിക്കുന്ന പലരുടെയും ചിലർക്കെങ്കിലും അറിയില്ല വ്യക്തിപരമായിട്ട് ആഴത്തിൽ ഇവരുമായിട്ട് അടുപ്പമുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ JP കൃഷ്ണാട്ടൂരി ഇരിക്കുന്നുണ്ട്. അവരെ പോലുള്ള EMSനെ പോലുള്ള ആളുകൾക്കൊക്കെ ഏറെ പരിചിതമായ മുഖങ്ങളായിരിക്കും. എങ്കിലും മയിൽ മേഖലയിൽ ഇവര് നമ്മൾ ഈ ബാബുവിന് കൊടുക്കുന്ന സ്വീകരണത്തിൽ ജനപ്രതിനിധികളെ നമുക്ക് KV സുമേഷ് MLA അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ
കൊണ്ടുവരാമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയും അവരുമായിട്ടൊക്കെ അത് വേണോ എന്നുള്ള ചർച്ചയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഉയർന്നു വന്ന പേരുകളിൽ പ്രമുഖരായിട്ടുള്ളത് ഈ 3 പേരും ഒരുപോലെയാണ്, ബാബുവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ പറയില്ല, സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ഇവര് ആരാണെന്ന് അറിയോ, അത്രയും വലിയ പ്രഗത്ഭരാണ്. മയില് നമ്മൾക്കൊരു ചിരപരിചിതമല്ലാത്ത മുഖമാണെങ്കിലും കണ്ണൂരിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും, അത് കല, കായിക, സാഹിത്യ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ മാത്രമല്ല, മറ്റ് ഇടപെടുന്ന എല്ലാ വ്യാവസായിക അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന, ഏവർക്കും സുപരിചിതരായിട്ടുള്ള, ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട ഗുരുതുല്യരായിട്ടുള്ള 3 പ്രതിഭകളെ, നമ്മൾ ഈ വലിയ മഹത് വ്യക്തിത്വങ്ങളെ നമ്മൾ ഈ മയിലിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരിക ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ CH അബൂബക്കർ ഹാജിയെയും പ്രൊഫസർ ഡോക്ടർ ജഗന്നാഥ് PK സാറിനെയും അതോടൊപ്പം TTK നമ്പ്യാർ സാറിനെയും ഒക്കെ ബന്ധപ്പെടുന്നത്. നമ്മൾ തുഞ്ചമ്പറമ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മളിതൊക്കെ എല്ലാം. ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന്റെ ബലമുണ്ടല്ലോ, ഓൺലൈനിലൂടെയാണ് ബന്ധപ്പെടുന്നത്. CH അബൂബക്കർ ഹാജിയെ വിളിച്ചപ്പോൾ നിങ്ങൾ അദ്ദേഹവുമായിട്ടൊന്ന് അങ്ങനെ വർത്തമാനം പറയാനൊന്ന് മെനക്കെടണം. ചിലപ്പോ ഞാൻ ഇപ്പോഴും ഇന്ന് രാവിലെയൊക്കെ തന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കാൻ അല്ലേ, അത് നമ്മൾ എത്ര വയസ്സായി നിങ്ങൾക്ക് ഇപ്പൊ കൃഷ്ണാട്ടം കയറുന്ന പ്രയാസം നമ്മൾ കണ്ടു. 1937 ഈ മനുഷ്യൻ നമ്മുടെ മണ്ണിലേക്ക് തുറന്നു വീഴുന്നത്. അപ്പൊ എത്ര വയസ്സായി എന്ന് നിങ്ങളും ആലോചിച്ച് നോക്കുക. അപ്പോ അദ്ദേഹം വളരെ വിളിച്ചപ്പോൾ പറയുന്നത്, ബാബുവിന് ലഭിച്ചൊരു അംഗീകാരല്ലേ, നമ്മൾ വന്നില്ല, പിന്നെ എപ്പോഴാണ് ആ ചർച്ച, അങ്ങനെ ആ മോനെ എൻ്റെ കൈകൊണ്ട് ഒരു ഇത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു പ്രകാശിത ഭാവം നമ്മൾ അനുഭവിച്ചറിയായിരുന്നു വാക്കുകളിലൂടെ. 7 years of young എന്ന് പറയും. അപ്പോൾ 87 ചുറുചുറുക്ക് യൗവനം കാണിക്കുന്ന CH അബൂബക്കർ ഹാജിയെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ നമ്മൾ ഈ വീട്ടിൽ ഭാഗം. പിന്നെ നമ്പ്യാർ സാർ ഇപ്പോഴും അങ്ങനെ പൊതുപരിപാടികളിൽ പോകാതെ കുറവാണ്. വിളിച്ചപ്പോൾ അതൊക്കെ ബാബുവായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രം വിളിച്ചപ്പോൾ തന്നെ പറയുന്നത് ഞാൻ എന്തായാലും വരുന്നതാണ്. പിന്നെ നമുക്കൊരു ഫോട്ടോ അയച്ചാൽ ഫോട്ടോ ഒന്നും അയക്കേണ്ട മാധ്യമങ്ങളൊന്നും ഇല്ല. എൻ്റെ അടുത്ത പഴയ മൊബൈൽ ഫോൺ, ആ BSNL മറ്റേ ചെറിയ പട്ടത്തെ ആ സാധനം അവിടെ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഇതൊന്നും അറിയില്ല, അത് അയക്കാനും അറിയില്ല. പക്ഷെ ബാബു എങ്ങനെയോ എവിടുന്നോ മകൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ തപ്പിപ്പിടിച്ചിട്ടൊരു സാധനം, ഒരു ഫോട്ടോ കിട്ടി. നമ്മളിതിൻ്റെ അകത്തേക്ക് ഫോട്ടോ വെച്ചു. ഇപ്പം വന്നപ്പോഴും പറഞ്ഞു ഞാൻ മേലിരിക്കണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു മേലിരിക്കണം എന്തായാലും സാർ, യു ആർ ദ ചീഫ് ഗസ്റ്റ്. എന്നിട്ടൊന്നും മേലിരിക്കണം, പക്ഷെ എന്നെ സംസാരിക്കാൻ വിളിക്കണ്ട കേട്ടോ. അങ്ങനെ അത്രമാത്രം, പക്ഷേ ഒരു ഹൃദയമെടുപ്പം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രം ഇങ്ങനെ നമ്മുടെ ഈ വേദിയിലേക്ക് വരുന്ന ഇവരെ ശ്രീ PTK നമ്പ്യാരെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. കണ്ണൂരിലെ പ്രമുഖനായിട്ടുള്ള ആർക്കിടെക്റ്റാണ് ശ്രീ PTK നമ്പ്യാർ, ഒരു ജനപ്രതിനിധി, പഞ്ചായത്തിൻ്റെ ഒരു യുവ ശബ്ദമാണ് ശരിക്കും ബീച്ചും. അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സെക്രട്ടറി കൂടിയാണ്. അങ്ങനെ 2ാം അർത്ഥത്തിൽ കൂടിയാണ് ബിജുവിനെ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് ആശംസാ ഭാഷണത്തിന് ക്ഷണിച്ചിട്ടുള്ളത്. ബിജുവിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. മറ്റൊരു വലിയ മുഖം എന്ന് പറയുന്നത് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ രവി മാണിക്കോത്താണ്. ആ ഒരു പട്ടം വേറൊരാൾക്കും ഞാനത് നേരത്തെ പറഞ്ഞത്, മയിലിൻ്റെ ജനകീയ MP എന്നൊക്കെ പറയാം ഒരു മുഖം. അതൊക്കെ നമ്മുടെ പവറിലൂടെ തന്നെയാണ് ആ ഒരു പേര് വന്നതിൽ ശരിക്കും. അങ്ങനെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യം അതാണ്. അപ്പോൾ സമസ്ത മേഖലകളിൽ മയിലിൻ്റെ വികസനത്തിനും മയിലിലെ ഏത് പ്രവർത്തനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അങ്ങനെ എല്ലാവരോടും ഇടപെടുന്ന ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അത് രവിയാട്ടിൽ മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതാണ് രവിയാട്ടിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഘടകം. രവിയാട്ടിനെ വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാം. ഒരു പെരുമാറ്റത്തിൻ്റെ രീതികളൊക്കെ നമുക്കറിയാം. യൂസഫ് പാലക്കലിനെയും ഈ വേദിയിലേക്ക് നമ്മുടെ കുറ്റാട്ട് പഞ്ചായത്താണ്, പക്ഷെ മയിലിൻ്റെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെ മയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്ന യൂസഫ് പാലക്കലിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് മയിലിൻ്റെ രാഷ്ട്രീയ രംഗത്തെ ഒരു മുഖം CPM-ന്റെ ഏരിയ സെക്രട്ടറി N അനിൽകുമാറാണ്. അനിയേട്ടനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ബാബുവിൻ്റെ പരിപാടി നമുക്ക് ഗംഭീരമാക്കണം, ഞാനുണ്ടാവും ഒപ്പം എന്നുള്ളത്. പക്ഷെ സമ്മേളനങ്ങൾ നടക്കുന്ന തുടർ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏരിയ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തുള്ള തിരക്കുകൾ നമ്മൾക്കറിയാം. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കിട്ടിയാൽ ഞാനും ഇങ്ങനെ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. അനിയേട്ടനെ വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊളച്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ
പ്രസിഡന്റ് ശ്രീ കെ പി ശശിയാണ്. ശശിയേട്ടൻ ഇത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് വെച്ച് അവിടെ മറ്റൊരു വലിയ സമ്മേളനം നടക്കാൻ പോയി കോൺഗ്രസിൻ്റെ. അപ്പോൾ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വരുന്ന വഴിയിൽ വിളി കേൾക്കുമ്പോൾ ഞാൻ താഴെ പോയി നിൽക്കുന്നവന്. അപ്പോൾ മാർട്ടിൻ വിളിച്ചിട്ടായിരിക്കും ഇപ്പോൾ താഴെ പോയിട്ടുണ്ടാവുക. പോയി അവിടെ പങ്കെടുത്ത് വീണ്ടും ഇത് തീരുന്ന കാലത്ത് വരുന്ന പറഞ്ഞു. പവറിൻ്റെ ക്രിക്കറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരാൾ, ക്ലബിനോടൊപ്പം നിൽക്കുന്ന ഒരാളല്ല, പഴയകാല ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയാണ് ശശിയേട്ടൻ. ശശിയേട്ടനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബാബുവുമായിട്ട് ഇങ്ങനെ അടുത്തിടപഴകി ബാബുവിനെ കണ്ടെത്തുകയും ബാബുവിനെ വളർത്തിക്കൊണ്ടുവന്ന് രൂപപ്പെടുത്തിയെടുത്ത് ഇന്നത്തെ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ ശ്രദ്ധ ചെലുത്തുകയും ഒരു താങ്ങും തണലുമായിട്ടും ഒക്കെ നിൽക്കുന്നവരെയാണ് നമ്മളൊക്കെ തന്നെ വിളിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെയും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് മുനീർ ITM കോളേജിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് ബാബു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാദിർ ഷാ എന്ന ഒരു പരിപാടിയിലെ അവിടെ വെച്ച് ബാബുവിനെ അവർ അംഗീകരിച്ചു. അപ്പോൾ മുനീറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ശ്രീ PK നാരായണനാണ്. നാരായണനെ പറ്റി നമ്മുടെ ഈ വേദിയുടെ മുമ്പാകെ എന്ത് പറയാം. ഇന്നലെ ഞങ്ങളൊരു പരിപാടിയിൽ ബാബുവിനോട് സ്നേഹാദരത്തിൽ നാരായണനുണ്ടായിരുന്നു. മയിലിൻ്റെ ഈ സമസ്ത മേഖലകളിൽ ഇടപെടുന്ന എല്ലാ രംഗത്തും കലാ, കായിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ എല്ലാ ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് PK നാരായണൻ. നാരായണനെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ മൈക്കാട് വളരെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു മുഖമാണ് പാവോട്ടിനൊക്കെ. പാവോട്ടിനെ AK രാജ്മോഹനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ KP കൃഷ്ണൻ, എന്താ പറയാനാണ്, കൃഷ്ണൻ്റെ വിളിക്കുമ്പോൾ പറഞ്ഞത് ഞാനെങ്ങനെയാണ് വരിക. നമ്മൾ പലപ്പോഴും ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്ക് ഏറ്റവും അടുത്ത് നമ്മളോടൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരെ, ഒന്നിച്ച് കളിച്ചു വളരുന്നവരെ, ഒന്നിച്ച് സംഘാടനത്തിൽ മുന്നിട്ട് പ്രവർത്തിക്കുന്നവരെ നമ്മൾ പലപ്പോഴും സ്വാഗതം പറയാൻ, നന്ദി രേഖപ്പെടുത്താനൊക്കെ ഔപചാരികമായിട്ട് പറയുമ്പോൾ പലപ്പോഴും മറന്നു പോകും. ഈ കർട്ടൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളെ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ. അതുപോലെ നമ്മൾ അടുത്തിടപഴകുന്ന ആളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ എല്ലാം അറിയാമെന്ന് പറയുകയും പലപ്പോഴും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒന്നും അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുപോലെയാണ് ബാബുവിനെ തൊട്ട് കണ്ട് അറിയുന്ന നമുക്ക് ബാബുവിൻ്റെ വലിപ്പം എത്ര നാൾ മനസ്സിലാക്കിയത്. കാരണം ഒന്നിച്ച് കളിക്കുന്ന മുറ്റത്തെ മുല്ലക്ക് മണമുണ്ടെങ്കിലും ആ മണത്തെ തിരിച്ചറിയാനും മണത്തെ വേണ്ട വിധത്തിൽ പൊതുജന സമക്ഷം അവതരിപ്പിക്കാനും കഴിയാത്ത ഒരു പലപ്പോഴും അങ്ങനെ ഒരു നിസ്സഹായതയാണ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു സമയത്ത് ബാബുവിനെ നമ്മളിങ്ങനെ, ഞാൻ ബാബുവിൻ്റെ പ്രൊഫൈൽ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. ബാബുവിനോടൊപ്പം ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഞാനും പോയിരുന്നു. പോകുമ്പോൾ ബാബുവിൻ്റെ കയ്യിൽ കരുതിയ ഒരു വലിയ ഇതുണ്ടായിരുന്നു പ്രൊഫൈൽ. ആ ഡീറ്റെയിൽ എനിക്ക് തരുമ്പോഴാണ് നേരത്തെ CH അബൂബക്കർ ഹാജിയെയും PTK നമ്പ്യാർ സാറിനെയും ഒക്കെ പറഞ്ഞതുപോലെ ബാബു ആരാണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഈ കാണുന്ന ക്രിക്കറ്റ് ക്ലബിൻ്റെയോ മയിൽ സിയാസിയുടെയോ കവളിയോട്ടി സാലിഷിൻ്റെ വർഷം സ്പോർട്സ് ക്ലബിൻ്റെയോ അല്ലേ, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അവിടുത്തെ വായനശാലയുടെയോ, ഇനി അതുമല്ലെങ്കിൽ ലയൺസ് ക്ലബിൻ്റെയോ, പിന്നെ ലെൻസ്മെറ്റിൻ്റെയോ, അങ്ങനെ എല്ലാ സാന്നിധ്യം പിന്നെ വഹിക്കുന്ന ഒരാളെന്ന നിലയിലല്ല. അതിനപ്പുറത്ത് ബാബു ഈ മേഖലയിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ വലിയൊരു പട്ടിക അവൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ മുഴുവൻ ഡോക്യുമെൻറ്റേഷനും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എടാ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്നലത്തെ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ആൾ നമ്മൾ അവകാശപ്പെടുന്നവരുടെ ഡീറ്റെയിൽസ് പലപ്പോഴും നമുക്കറിയില്ല. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവരുടെ ഏറ്റവും വലിയ മെറിറ്റുകൾ, അവരുടെ ഡീമെറിറ്റുകൾ, ഇതൊന്നും നമുക്ക് എല്ലാ അർത്ഥത്തിലും ആഴത്തിൽ അറിയണമെന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ബാബു ഈ മേഖലയിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശേഖരം കാണുന്നത്. അതിൽ നേരത്തെ പറഞ്ഞല്ലോ, CHൻ്റെ തണലിൽ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണത്തിൽ തുടങ്ങിയ പ്രവർത്തനം മുതൽ ഇങ്ങോട്ടെല്ലാ മേഖലകളിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടവരാണ്. ITM കോളേജ് ആവട്ടെ, മയിൽ LP സ്കൂളാവട്ടെ, അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരുപാട് പൊതുമേഖലയിലെ സ്ഥാപനങ്ങൾ, ഒരുപാട് കെട്ടിടങ്ങൾ, പിന്നെ അങ്ങനെയുള്ള എല്ലാം അതിൻ്റെ പ്ലാനും സ്കെച്ചും എസ്റ്റിമേറ്റും. അതൊരു വ്യവസായി അല്ലെങ്കിൽ വ്യവസായ സംരംഭകൻ എന്ന നിലയിൽ ഉപരിയായിട്ട് എവിടെയാണോ ചിലപ്പോൾ ആളുകളുടെ ആവശ്യവും അവരുടെ സാമ്പത്തിക ശേഷിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് പലപ്പോഴും പിന്നെ അവരെ സഹായിക്കുന്ന ഒരു തലത്തിലേക്ക് കൂടി ബാബു ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിക്കറ്റ് മേഖലയിലായാലും കലാ, കായിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ ബാബു നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ പവറിൻ്റെ നേതൃത്വത്തിലൊരു സമാഹരണം നടത്തി നമ്മളൊരു ദുരിതാശ്വാസ 55,000 രൂപ നമ്മൾ കൊടുത്തിരുന്നു. MB ഗോവിന്ദ മാഷ് എന്നേക്ക് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അദ്ദേഹം കുറ്റാട്ട് വന്നപ്പോൾ നമ്മൾ കൊടുക്കുകയായിരുന്നു.
അതിൽ നമ്മളൊക്കെ തന്നെ അണ്ണാരക്കുട്ടൻ തന്നാലായതുപോലെ നാണയത്തുട്ടുകൾ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ നിധി ഇങ്ങനെ ശേഖരിച്ച് നമ്മൾ കൊടുത്തത്. പക്ഷേ അതിൽ ഇന്നലെ ദാമോദരൻ പറഞ്ഞ പോലെ അതിൽ ആദ്യം തന്നെ ഏറ്റവും വലിയ പൈസ എടുത്ത് വാങ്ങുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നീ ഇത്ര കൊടുക്കണോ? കാരണം നീ പല സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലയൺസ് ക്ലബിന് കൊടുക്കുന്നുണ്ടാവും, മറ്റുള്ള ഓരോ സ്ഥാപനത്തിനും കൊടുക്കുന്നുണ്ട്. അതൊന്നും പോരാണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ബാബുവിന് ഞാൻ താമക്കര സ്കൂള് എച്ചമായിരിക്കുമ്പോൾ അവിടെ പിന്നെ ഒരു വലിയ പദ്ധതി ഞാൻ നടന്നു. ഞാനത് എൻ്റെ ഒരു മെടുക്കൊണ്ട് ഞാൻ നടപ്പിലാക്കി. നമ്മുടെ അവിടെ സ്കൂളൊരു ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് 10-20 ലക്ഷം രൂപ മുടക്കിയിട്ട് നമ്മുടെ പിന്നെ പ്രിയങ്കരിയായിട്ടുള്ള AICCയുടെ സ്പോൺസറുമായിട്ടുള്ള ഷമാ മുഹമ്മദ് ഏർപ്പെടുത്തിയ പരിപാടിയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം ശ്രീ ജമുകൽ ശ്രീനാഥ വന്ന ആ ശ്രീനാഥ് വന്ന വേദിയിൽ അവിടെ ഒരുപാട് ആളുകൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഔദ്യോഗിക അല്ലെങ്കിൽ അംഗീകൃത കളിക്കാരും പിന്നെ ക്ലബ്ബുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ആ ക്ലബ് ഇതിൽ നിന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ശ്രീനാഥിൻ്റെ ബോള് ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ശ്രീനാഥ് ബോൾ ചെയ്യുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് അത് നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ടുകൂടിയാണെന്ന് വിചാരിച്ചു. എങ്കിലും ബാബു കണ്ണേരിക്കും രാഹുൽ മാണിക്കും നമ്മുടെ മയിലെ പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ സാന്നിധ്യത്തിലാണ്. അത് നമ്മുടെ ഒരു അഭിമാനമായിരുന്നു. ആ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇതിഹാസമായിട്ടുള്ള ക്രിക്കറ്റ് താരത്തിൻ്റെ ആദ്യത്തെ ബോള് ബാബുവിൻ്റെ ബാറ്റ് കൊണ്ട് ഇങ്ങനെ അടിച്ച് മാറ്റിയപ്പോൾ ആ ബോൾ തന്നെ പിന്നീട് ക്രിക്കറ്റ് സമ്മാനമായിട്ട് അത് പിന്നെ കയ്യൊപ്പ് ചാർത്തി ബാബുവിന് കൊടുത്തു. ബാറ്റിൽ കയ്യൊപ്പ് ചാർത്തി രാഹുലിന് കൊടുത്തു. അദ്ദേഹം അവരുടെ നിധിശേഖരത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്താണ്. പക്ഷെ ആ സമ്പത്ത് ബാബു ദുരിതാശ്വാസത്തിലേക്കുള്ള ഈ ശേഖരണത്തിന് വേണ്ടിയിട്ട് നിധിശേഖരണത്തിന് വേണ്ടി ബാബു അത് DYFI എന്ന് പറയുന്ന സംഘടന കൊടുക്കുകയായിരുന്നു. അന്ന് അത് ലേലം കൊണ്ടത് PK നാരായണനാണ്. ആ പൈസയും കൂടി അവർ കിട്ടും. അങ്ങനെ കാണിക്കുന്ന ഒരു മനസ്സ് എല്ലാ അർത്ഥത്തിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ എല്ലാവർക്കും പറയാനുള്ളത് ബാബുവിനെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് അധികം പറയുന്നില്ല. ഏതായാലും അവിടെ പുച്ചപ്പറമ്പിൽ വെച്ച് നടന്ന ഈ പരിപാടി നിങ്ങൾ ചിലരെങ്കിലും അതിൻ്റെ ക്ലിപ്പിങ്ങൊക്കെ കണ്ടതേ ഉണ്ടാവും. ഇതുപോലുള്ള വേദിയല്ല. പുഞ്ചപ്പറമ്പിലെ സാംസ്കാരിക വേദി 250 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു വേദിയാണ്. 250 കസേര ഇട്ടിരുന്നു. 250 പുറമെ ഒരു 10-50 ആളുകൾ 300-ൽ പരം ആളുകൾ കേരളത്തിലെ സാംസ്കാരിക മേഖലയുടെ ഒരു പരിച്ഛേദമായിരുന്നു നടക്കേണ്ടിരുന്നത്. നമ്മുടെ പ്രഭാഷണ കലയുടെ ചാരുതയും പ്രദർശിപ്പിക്കുന്ന ഏറ്റവും വലിയ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കേൾക്കാൻ കൊതിക്കുന്ന ഒരു വലിയ മുഖമുണ്ടല്ലോ, ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി MP തിരൂരിൻ്റെ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നാണ് ബാബു പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അവിടെ അദ്ദേഹം നൽകിയ ആദരവിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിശ്ചിതമായ സംഭാവനകൾ ചെയ്യുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കൈകളിൽ നിന്നും സമ്മാന പുരസ്കാരം വാങ്ങിയ വലിയ ഒരു മനുഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ വെച്ച് അവരുടെ ശ്രേണിയിൽ വെച്ച് ബാബുവിന് സമ്മാനം കൊടുക്കുമ്പോൾ നിറഞ്ഞ സദസ്സിൽ വലിയ അഭിമാനത്തോടെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ ഒരു ആദരവാണ് അവിടെ നിന്ന് ലഭിച്ചത്. നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ആളുകളെ കാണുമ്പോഴൊക്കെ ചെറിയ ആളെ ഉണ്ടാവും, ചെറിയൊരു പരിപാടിയായിരിക്കും, ഒരു തട്ടുകൂട്ട് പരിപാടിയായിരിക്കും എന്നൊക്കെയാണ് പലരും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് കുറേ ആളെയും കൂടി വരായിരുന്നു. കാരണം ആരും ഉണ്ടാവില്ല ഇത് എന്ന് വിചാരിച്ചിട്ട് ബാബു ചെയ്തു. ബാബു ഞാൻ 3 നാളെ പോയിക്കും. അവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നിപ്പോയി നമ്മുടെ ഒരു വണ്ടിയെ പിടിച്ച് ഇതിൻ്റെ പുലിമ എല്ലാവരും കാണിക്കാനും എന്നെല്ലാം വിചാരിച്ച്. അങ്ങനെ അത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കും അപ്പുറത്ത് സ്വപ്നമാ സമാനമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇവിടെ ബാബുവിനെ ലഭിച്ചത്. ആ ബാബുവിൻ്റെ പുരസ്കാരം ലഭ്യ അങ്ങേയറ്റം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നമ്മുടെ പവറിൻ്റെ മുഴുവൻ ആളുകളും ഏകകണ്ഠമായിട്ട് ഒറ്റ മനസ്സോടെ ഈ വേദിയിൽ വെച്ച് നമുക്ക് ആദ്യമായിട്ട് പ്രഥമമായിട്ട് മയിലിൻ്റെ മകൻ ബാബുവിന് ഒരു സ്വീകരണം കൊടുക്കണമെന്ന് തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മളൊക്കെ എത്തിച്ചേർന്നത്. ഇവിടെ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോരാളെയും കാണുകയാണ്. പക്ഷേ ആരുടെയും പേരെന്ന് പരാമർശിക്കാൻ പാടില്ലെങ്കിലും ഇവിടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട 2 ആളെ ഓർമ്മിക്കാതിരിക്കാൻ സാധിക്കില്ല. പവറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇങ്ങനെ നമ്മളെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നിരന്തരം ഇടപെടലിലൂടെ ഇങ്ങനെ ദൂരെയൊന്നും ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇടപെടലുകൾ കൊണ്ട് ഇതിനെ വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അഗ്രഗണനീയ സ്ഥാനം അലങ്കരിക്കുന്ന സന്തോഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പവറിൻ്റെ ചെയർമാൻ. അദ്ദേഹം പുറത്താണുള്ളത്. അതോടൊപ്പം പ്രസൂൺ കൃഷ്ണൻ്റെ മകനാണ് പ്രസൂണും, പിന്നെ രാജു പപ്പാസും, സുരേഷും, OB സുരേഷും, ശരത്തും, അബ്ദുള്ളക്കയും, അസ്രഫും, ഷൈജുവും, പിന്നെ എന്താ പറയുക രാഹുലും, എല്ലാവരും ഞാനിങ്ങനെ പേര് പറയുമ്പോൾ പിന്നെ ആരും വിട്ടുപോയിട്ട് അതൊരു പരാമർശം ഉണ്ടാവണ്ടെങ്കിലും സുരേഷും ഇങ്ങനെ കാണുകയാണ്. മുഴുവൻ ആളുകളെയും എല്ലാവരും നിങ്ങളുടെ
ഒരൊറ്റ എന്താ പറയേണ്ട ഒരു വലിയ സ്വപ്നത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പരിപാടി ഇത്രയും സമ്പന്നമാകുന്നത്. പ്രിയങ്കരനായിട്ടുള്ള EM സുരേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് മെമ്പറോട് അഭ്യർത്ഥിക്കുന്നു. ഒരു അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ ബാബു പണ്ണേരി, അദ്ദേഹം വളരെ ഒരു തിരക്ക് പിടിച്ച മനുഷ്യനാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതെനിക്ക് നേരിട്ട് അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. ബാബു എൻ്റെ അയൽവാസി കൂടിയാണ്. ബാബുവിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അതിരാവിലെ തന്നെ തുടങ്ങും, വളരെ വൈകി വരെ. അയാളിങ്ങനെ കർമ്മരംഗത്ത് തന്നെയാണ്. രാവിലെ ഒരു 6 മണിക്ക് അദ്ദേഹം ഓട്ടം, അതുപോലെ തന്നെ മറ്റ് വ്യായാമ മുറകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7 മണിയോടുകൂടി അയാൾ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്, പത്രവായന. അപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഞാൻ ബാബുവിൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് ഒരു പാല് മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എല്ലാ ദിവസവും കഴിഞ്ഞ 10-25 വർഷമായി കാണുന്ന ഒരു കാഴ്ച നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ രാവിലെ തുടങ്ങുന്ന പ്രവൃത്തി ഏറെ രാത്രി വരെ, ബാബു വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് രാത്രി 11:00 കൂടിയാണ്. അത്ര വരെ ഇത്രയും സമയം അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രവൃത്തികളിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇതര പ്രവർത്തനങ്ങളിലും അയാൾ വ്യാപൃതനാണ്. അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്ന അയാളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അതിൻ്റെ MD കൂടിയാണ്. അവിടെ കുറേ സ്റ്റാഫുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ഈ മയിൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. പിന്നീട് നമ്മളെ പവർ സ്പോർട്സ് ക്ലബ്ബ് മയിൽ, യങ്സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനെ തുടങ്ങി ലയൺസ് ക്ലബ്ബ്, പിന്നെ നമ്മുടെ കവളിയോട്ടിയാലുള്ള ജനകീയ വായനശാല ഗ്രന്ഥാലയം, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയിലെ അംഗം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് സഹോദരപ്രാസംഗികൻ നേരത്തെ സൂചിപ്പിച്ച ബാബു. അപ്പോൾ മയിലിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടം കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആരും കാണാത്ത ഒരു ഇടമാണ്, നമ്മളാരും അദ്ദേഹത്തിന് സമ്മാനിച്ചതല്ല. സ്വപ്രയത്നം കൊണ്ട് വലിയ രീതിയിലുള്ള കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ മേഖലയിലേക്ക് ഉയർന്ന് വന്നിട്ടുള്ളത്. സ്ഥാപനം നടത്തുക എന്നുള്ളതൊക്കെ വലിയ പ്രയാസപ്പെട്ട കാര്യമാണ്. അതിനൊന്നും കുടുംബപരമായിട്ടോ സാമൂഹികമായിട്ടോ മറ്റ് സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും കൊണ്ടാണ് ഈ രംഗത്ത് അദ്ദേഹത്തിന് നിൽക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം ബിൽഡിങ്ങിൻ്റെ രംഗത്തൊക്കെ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുമായി അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അഭിപ്രായം ചോദിക്കുന്ന ഒരാൾ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ അഭിപ്രായം ചോദിക്കുന്ന ഒരാളാണ് ബാബു എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കും. ഇപ്പം ബിൽഡിങ്ങിൻ്റെ റെഗുലറൈസേഷൻ, അതിൻ്റെ പെർമിറ്റ്, അതുപോലെ തന്നെ കേരള ബിൽഡിംഗ് റൂളും അതിൻ്റെ ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് പിന്നെ എമാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അതിന് സാങ്ഷൻ കൊടുക്കാതിരിക്കുന്ന സമയത്ത് അത് ശരിയാണോ, അങ്ങനെയാണോ ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ മാർഗം എന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ മേഖലയിൽ വലിയ ഡെപ്ത് ഉണ്ട് അല്ലെങ്കിൽ വലിയ അറിവുണ്ട് എന്നതിന് ഉള്ള അറിവുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ആ രീതിയിലുള്ള പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മേഖല കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാബുവിനെ കുറിച്ച് സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബാബുവിനെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ഏട്ടൻ്റെ വീട് എടുക്കുന്ന സമയത്താണ്. അപ്പോൾ ബാബു എന്നിങ്ങനെ പറയുന്നതൊക്കെയെന്നല്ലാണ്ട് ബാബു പണ്ണേരി എന്ന് പറയും മയിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ വീട് എടുക്കുന്ന സമയത്താണ് ബാബുവായിട്ട് നല്ല പരിചയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് മെമ്പറായി വന്നതിന് ശേഷം 5 വർഷക്കാലം, ഇപ്പോൾ 8 വർഷക്കാലമായി. അപ്പോൾ ബാബുവായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരാളെ ഒരു വീടെടുക്കുക എന്ന് പറയുന്ന അവരെ സ്വപ്നമാണ്. ആ സ്വപ്നം നമ്മൾ ഒരു എൻജിനീയറെ കൈമിൽ ഏൽപ്പിക്കുമ്പോൾ അവരാണ് അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഏത് രീതിയിൽ എത്ര മികവോടുകൂടി അതിനെ വരച്ച് കാണിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളെ ആഗ്രഹത്തിനൊത്ത്, അപ്പോൾ എല്ലാവരും ഇപ്പോൾ പൈസക്ക് അനുസരിച്ചിട്ട് വീടുണ്ടാക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഏതൊരു പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒരു വീട് എന്നൊരു മഹത്തായ സ്വപ്നം, അവൻ്റെ എല്ലാം എന്താ പറയണ്ട മുതൽക്കൂട്ടി എല്ലാം സ്വരൂപിച്ച് എല്ലാ പൈസയും ഒരു വീടിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംരംഭകൻ
ആ സംരംഭകൻ ആ പഠിച്ച് ഇറങ്ങിയ ആ രീതിയിൽ തന്നെ സംരംഭം തുടങ്ങി അവർ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയേണ്ടത് ഏറ്റവും അഭിമാനകരമായ ഒരു സമയമാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു രീതിയിലേക്കൂടി അവർ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ മികവ് തെളിയിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്കൂളായാലും സ്ഥാപനങ്ങളായാലും വീടായാലും ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുകൾ അവർ സമൂഹത്തിന് വേണ്ടിയും, അപ്പോൾ നേരത്തെ പിന്നെ രാധാകൃഷ്ണൻ മണിക്കോത്ത് മാഷ് പറഞ്ഞതുപോലെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഈ പവർ ക്രിക്കറ്റ് ആയാലും ലയൺസ് ക്ലബ് ആയാലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇപ്പം ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിനു ശേഷം ഒരുപാട് പ്രവർത്തനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ക്ഷണിക്കുകയും അതിൽ ഭാഗവാക്കാകാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെയേറെ സന്തോഷമാണ്. അപ്പോൾ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മളെ എഞ്ചിനീയർമാർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ബാബുവോട് ചോദിച്ചാൽ ബാബു അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ നൂലാമാലകൾക്കിടയിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്ത് തരണം ചെയ്ത് നമുക്കൊരു മനുഷ്യന് നമ്മുടെ സമൂഹത്തിന് അത് എങ്ങനെ നമുക്ക് നൽകാൻ വേണ്ടി പറ്റും എന്നതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ബാബുവിന് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് മയിൽ ഗ്രൗണ്ടിൽ വെച്ച് ഒരുപാട് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൊക്കെ എനിക്കും പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ യാതൊരു ഉപഹാര സമർപ്പണമൊക്കെ ചെയ്യുന്ന ശ്രീ CH അബൂബക്കർ ഹാജിയുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ളൊരു ഭാഗ്യം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ കാട്ടാമ്പള്ളി പാലത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പാലങ്ങളിപ്പം മയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്നോട്, പിന്നെ ഒരുപാട് ജനപ്രതിനിധികൾ ഒരുപാട് വഴക്ക് പറയുന്ന ഒരു കാലമാണിപ്പം, നമ്മളൊരുപാട് കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ജനപ്രതിനിധികൾ മാത്രം നന്നായാൽ പോരല്ല, ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എടുക്കുന്നവരും കൂടി നന്നാവണം. നമ്മൾ മാത്രം പള്ളി കേൾക്കുക, ജനങ്ങൾ ഇങ്ങനെ പറയാനുള്ളവരും നമ്മൾ കേൾക്കാനുള്ളവരുമായി മാറുന്ന ഒരു കാലമാണ് ഇന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ളവരോടൊക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് കുറച്ച് സമയമെങ്കിലും ഇവിടെ ഇരിക്കാൻ വേണ്ടി സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയുന്നതാണ്, പിന്നെ ഒക്ടോബർ 2 മുതൽ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ മാലിന്യ ശുചിത്വ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വം നമ്മളെല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അതുപോലെയല്ല, ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ശുചിത്വ മാലിന്യ രംഗത്ത് നമ്മുടെ പഞ്ചായത്തിനെ ശുചിത്വമുള്ള പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒക്ടോബർ 2 മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സംഘടനയും ആൾക്കാരും നമ്മോടൊപ്പം ഉണ്ടാവണം. നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് മയിൽ പഞ്ചായത്തിനെ നവംബർ 30 ആകുമ്പോഴേക്ക് നമുക്ക് ശുചിത്വമുള്ള പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം ഇപ്പോൾ വാങ്ങിയ അവാർഡ് ഗുരു നിത്യ ചൈതന്യ മികച്ച സംരംഭനത്തിനുള്ള അവാർഡാണ് സർ. ഈ നിത്യ ചൈതന്യ ഗുരുവിൻ്റെ മികച്ച സംരംഭകനുള്ള അവാർഡ് എന്ന് പറയുമ്പോൾ അത് വലിയ അവാർഡാണ്, ചെറിയ അവാർഡൊന്നുമില്ല. ബാബുവിന് ഞാൻ പ്രാർത്ഥിക്കും സർ, എന്താണെന്നറിയോ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മികച്ച അവാർഡ് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രാർത്ഥിക്കും. അത്
വിട്ടു ചെയ്യും. കാരണം അതിൻ്റെ മുഖലക്ഷണവും ശാരീരിക ലക്ഷണവും ശക്തിയും കൊണ്ട് സർ അദ്ദേഹത്തിന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാലം മുതൽ എനിക്ക് തോന്നുന്നു 10-25-30 വർഷമായി തോന്നുന്നു. ആ പരിചയം അന്നത്തേക്കാൾ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. മറ്റൊന്ന് ടീച്ചറും അതുപോലെ തന്നെ മറ്റുള്ളവരും പറഞ്ഞല്ലോ അദ്ദേഹം ചെയ്യുന്ന പണി അതാണ് സർ. അവനവർ ചെയ്യുന്ന പണിയിൽ പ്രാഗൽഭ്യം വേണം. ഒരു ഡ്രൈവറാണെങ്കിൽ നന്നായി ഓടണം ഡ്രൈവർ. കാറ് ശരിക്കും പക്ഷേ മൂലിവണ്ടി ഞാൻ ചെറുപ്പത്തിൽ മൂലിവണ്ടി ഓടിക്കാൻ പഠിച്ചത് സർ. രൂപക്ക് 7 മൂലിവണ്ടിയുണ്ട് അന്ന് റോഡിൽ സർ. മൂലിവണ്ടിയിലാണ് നായകൻ അഭിനവനാജിക്ക എന്ന് പറഞ്ഞ രൂപ തേങ്ങ പറിച്ചുള്ളത് മൂലിവണ്ടിയിൽ. പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. മൂലിവണ്ടീൻ്റെ ടയറിൽ ചില സമയം മറ്റേ വലിയ വണ്ടീൻ്റെ ടയറിന് കയറ്റും. ബാക്കി മൂലിവണ്ടിയില്ല സർ. റോഡില്ല സർ. പഠിക്കുന്ന കാലത്ത് കാട്ടാമ്പള്ളി ബസ് നമ്പർ 2 കരിങ്കൽക്കുഴി. കാട്ടാമ്പള്ളിയിലേക്ക് സ്റ്റോപ്പല്ല സർ. സ്റ്റോപ്പ് കരിങ്കൽക്കുഴിയായിരുന്നു. അന്ന് ഞാൻ സർക്കാർ സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കാം. ആ സ്കൂളിൽ പഠിച്ച സർ. ആ സ്കൂളിൽ നിന്നാണ് ഈ വിദ്യാർത്ഥി പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഈ കഴിഞ്ഞകാല ജീവിതകാലത്ത് ഈ സ്പോർട്സ് രംഗത്ത് ഷൈൻ ചെയ്യാൻ കാരണം ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നു സൗകര്യം വേണം. സൗകര്യമില്ലാണ്ടില്ല. അത് കഴിഞ്ഞ് ഫറൂഖ് കോളേജിൽ പോയപ്പോൾ ഫറൂഖ് കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പോയി സർ. ബികോമിൽ. ഇവിടെ എവിടെയില്ല കോളേജ് സീറ്റ് കിട്ടാനില്ല. എനിക്ക് അവിടെ എൻ്റെ കമ്മ്യൂണിറ്റീൻ്റെ ബേസിൽ സീറ്റ് കിട്ടി പഠിച്ചു. അവിടെ എനിക്ക് മാനേജ്മെൻറ്റിനെ സഹായിക്കാനുള്ള അവസരം കിട്ടി. എങ്ങനെ മാനേജ്മെൻറ്റിൽ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുമാൻ ആറ്റിക്കായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. കാസർഗോഡ് സാഹിബിൻ്റെ മകളെ കാസു സാഹിബിൻ്റെ ഭാര്യൻ്റെ ഉപ്പ കുഞ്ഞുമാൻ ആറ്റിക്ക. അപ്പോൾ കക്കാട്ട് മുഹമ്മദ് ആറ്റിക്ക എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം പ്രത്യേക കുഞ്ഞുമാൻ ആറ്റിക്കാനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ അവിടെയുണ്ട്, എന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വലിയ റെസ്പെക്റ്റും കിട്ടിയിരുന്നു. അങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഇപ്പോൾ പണിയുമ്പോൾ എന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അന്ന് പണിത ഗ്രൗണ്ടിൽ പിന്നെ ഞാൻ AFL-ൻ്റെ പ്രസിഡൻ്റായിട്ട് ഫുട്ബോളിൽ വന്നപ്പോൾ 2-3 ടീം വന്ന കൂട്ടത്തിൽ അന്ന് പാകിസ്ഥാൻ ടീം വന്നിരുന്നു. അന്ന് പാകിസ്ഥാൻ ടീം വന്നപ്പോൾ ഈ ഗ്രൗണ്ട് കൊണ്ടുപോയി ഞാൻ കളിപ്പിച്ചു അവരെ. ഭയങ്കര ഗ്രൗണ്ടായിരുന്നു. എന്താ കാരണം? നല്ല ഗ്രൗണ്ടുണ്ട് അവിടെ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ജവഹർ സ്റ്റേഡിയം പണിയാൻ ഞാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നിട്ട് ടെൻഡർ ചെയ്തിട്ട് വർക്കെടുത്തു. എനിക്ക് കിട്ടി. അന്ന് അഹമ്മദ് സാഹിബായിരുന്നു ചെയർമാൻ. വർക്ക് കിട്ടി. ഞാനെടുത്തു. 1 by 1 ആയിട്ട് 4 പാർട്ടായിട്ടാണ് ബാബു ചെയ്തത്. അന്നാണ് ഇദ്ദേഹത്തെ ഞാൻ കാണുന്നത്. ബാബുവിനെ എൻ്റെ ഒരു എൻജിനിയറായിട്ട് എന്നെ സഹായിക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതിലേക്ക് കിടക്കാം സാർ. എൻ്റെ എന്താ പറയുക കൺട്രാക്ട് പണിയിലേക്ക് കിടക്കാം. ഞാൻ കോടതിയിൽ നിന്ന് വന്നപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ പന്നിക്കണ്ടി അബ്ദുൽ എന്ന് പറയുന്ന ആള് എൻ്റെ ബന്ധുവാണ് സാർ. എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം ചെയ്തത് ആ വീട്ടിലാണ് നിങ്ങളിൽ നാട്ടിൽ ഈ മയ്യിലുമായിട്ട് ബന്ധപ്പെട്ട പന്നിയക്കണ്ടിയിൽ. അപ്പം അങ്ങനെ വന്ന ആളെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ആളുകളൊക്കെ അവരെ കൂടെ TC നാരായണൻ നമ്പ്യാരുണ്ട്. ഇതെല്ലാം പറയാതെ എന്നെപ്പോഴത്തെ ഒരാൾ എനിക്ക് ഉണ്ടാവില്ല സാർ. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ കേൾക്കണം. TC നാരായണൻ നമ്പ്യാർ എൻ്റെ ബാബു രാജ്യത്തിൻ്റെ നാട്ടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എടുക്കുന്ന ആരാണോ ജനസേവകൻ അവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാരൻ. കറക്റ്റ്. അങ്ങനെ TC ആ വലിയ മനുഷ്യൻ ഈ പാലത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പാലം നടന്നു. പക്ഷെ ആൾക്ക് പ്രശ്നം വന്നു. എന്തേ? പാലില്ല. പിന്നെന്താ? പാലത്തിന് ഫണ്ടില്ല. ഈ ഫണ്ട് എന്ന് പറഞ്ഞൊരു കള്ള ഫണ്ടുണ്ട്. മറ്റേ നമ്മുടെ ധനകാര്യമന്ത്രി തോമസിൻ്റെ ഫണ്ടല്ല. ഞാൻ ആരും കുറ്റം പറയുന്നില്ല. ഫണ്ട് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഫണ്ടെന്ന് വേണം. പണമായിട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഫണ്ടില്ല. റോഡിന് ഫണ്ടില്ല. അപ്പോൾ TC നാരായണനോട് ഞാൻ കുറച്ച് വിളവന, ഞാൻ ഈ ഇതൊക്കെ പഠിച്ചു സാർ. ഞാൻ പറഞ്ഞു ഇറിഗേഷനിൽ കൊടുത്തിയാൽ ഫണ്ടുണ്ടാവില്ല സാർ. അതൊരു ബുദ്ധിയാന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ വഴി? ഇറിഗേഷനിൽ കൊടുത്തില്ലെങ്കിൽ
അങ്ങനെ പഠിക്കണം, ഇറിഗേഷനിൽ പഠിച്ചിട്ട് ഫണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ലിഫ്റ്റ് പെടുത്തി ഷട്ടറിൽ പെടുത്തി ഇറിഗേഷൻ സ്കീമിലാക്കി TC. അങ്ങനെ അത് TC ഇറിഗേഷൻ സ്കീമിലാക്കിയിട്ട് ഇപ്പോഴും ഇറിഗേഷൻ്റെ പേരിൻ്റെ അവിടെ ഷട്ടറുണ്ട്, പാലായിട്ട് പോകുന്നുണ്ട്. സംഗതി പൂർത്തിയായല്ലോ. ഞാനതാ പറഞ്ഞ എനിക്ക് പറയാനെന്ന് പറഞ്ഞു, ഇതാരും അറിയില്ല സാർ, നിങ്ങളെ പരസ്യാക്കി പറഞ്ഞ് ഞാൻ ജയിലൊന്നും പോകില്ല. നിങ്ങൾ ജയിലിൽ പോകുമ്പോൾ നിങ്ങളെ സഹായിച്ചാൽ മതി, എന്നെ എന്താക്കാനാ ഒന്നും കഴിയില്ല സാർ. അമ്മാതിരി പഠിച്ച കള്ളനാണ് ഞാൻ, അല്ലാണ്ട് കട്ടിട്ടുള്ള കള്ളനല്ല സാർ. ന്യായമായത് ചെയ്യിക്കാൻ അറിയാം, അത് ബാബുവിനും അറിയാം. അതായത് ടീച്ചർ പറഞ്ഞേ, അല്ല ആരാ പറഞ്ഞേ, അദ്ദേഹം ഇതിന് കുറച്ച് കഴിവുകൾ സാർ ആരായിരുന്നു. അപ്പോൾ ആ കഴിവ് ബാബുവിനും അറിയാം, അത് പിന്നെ പറയാം. അങ്ങനെ ഞാൻ ഇറിഗേഷൻ വർക്ക് ചെയ്തു സാർ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഭാഗത്താണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്നെ നോക്കിയിട്ട് വന്നു. ഞാൻ ആരോടും പറയാത്ത കാര്യമില്ല. അപ്പോൾ എന്നെ വിളിക്കാൻ പാർട്ടി ഓഫീസിൽ വിളിച്ചു. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വേണ്ട, അന്ന് ആയില്ല, 73 അബൂബക്കർ ആജി എന്ന് പറയുന്നത് ആഫ്റ്റർ 73 അഞ്ചേന് പോയതിനു ശേഷം വിജയൻ സാർ എന്നെ വിളിക്കുന്നത്. എനിക്ക് വിജയൻ എന്ന MLA സാർ, ഉത്തർപ്രദേശ് MLA വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് 68-ലോ 67-ലോ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാട്ടാമ്പള്ളി വർക്ക് ഉടനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഗീസ് വൈദ്യൻ ആലപ്പുഴ കൽപ്പകവാടി, ആരെന്നറിയോ? മോനറിയോ? കൽപ്പകവാടി മോനെ, കൽപ്പകവാടി ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് ഷാഹിദ്. ഈ വരക്കുന്ന ചെറുതുകൊണ്ട് 2 പെങ്കടിച്ചിട്ടാണ് വരക്കുക. വരച്ചിട്ട് തെറ്റിക്കുന്ന സാർ ഒന്നും ശരിയില്ല, പ്രാക്ടിക്കലായിട്ട് ബന്ധമില്ല. എന്നാൽ അത് തിരുത്താനുള്ള കഴിവ് ബാബുവിനുണ്ട് സാർ. ബാബു പെങ്കടിക്കലില്ല. 1, 2 അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ഞാൻ എൻ്റെ അതിനുശേഷം ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ കൃത്യമായി ചെയ്തു. ചില കാര്യങ്ങളൊക്കെ ചെയ്തു, തെറ്റായില്ലെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ചില സ്ഥലത്ത് അവിടെ ഫീസിബിലിറ്റി വയബിലിറ്റി സ്റ്റഡി ചെയ്യേണ്ടി വരും. എന്താ ഫീസിബിലിറ്റി വയബിലിറ്റി? ചില സ്ഥലത്ത് സ്ഥലമില്ലെങ്കിലും അവിടെ ചെറിയ വീടുകൾ എടുക്കാൻ കഴിയില്ലെങ്കിലും അത് വീടാക്കി മാറ്റിയെടുക്കാനുള്ള ചില ബുദ്ധി ഉപയോഗിക്കാനുള്ള കഴിവ് ബാബുവിനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇന്നു മുതൽ ആര് വീട് പണിയുമ്പോൾ അതിൻ്റെ പ്രയോറിറ്റി ബാബുവിന് കൊടുത്തിട്ട് ബാബുവിൻ്റെ ടീമിനെ കൊണ്ട് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം കിട്ടിയതിനുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ പവർ സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളെ അറിയിക്കുകയാണ്. ഞാൻ ബാബുവിനെ പരിചയപ്പെടുന്നത് ശ്രീ PTK നമ്പ്യാറിലൂടെ. അതൊരു ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പേ ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു PTK നമ്പ്യാർ. അത് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ആദ്യത്തെ നമ്മുടെ സെക്രട്ടറി പിന്നെ കണ്ണൂർ ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ PTK നമ്പ്യാർ. അതിലൂടെയാണ് ബാബുവെയും പരിചയപ്പെടുന്നത്. അന്ന് മുതലുള്ള പരിചയം ഇന്ന് വരെ വളരെ സുദൃഢമായി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ബാബു ഇപ്പോൾ സ്പോർട്സ് രംഗത്താണെങ്കിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ജില്ലയുടെ ട്രഷറർ കൂടിയാണ്. ഇപ്പോഴും ഭാരവാഹിയാണ് ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ. അപ്പോൾ ബാബുമായി വളരെയധികം ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതായത് ഈ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ബന്ധം തന്നെയാണ്. ബാബു ചില വർക്കുകളൊക്കെ നമ്മൾ
നമ്മുടെ ഞാനുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിലൊക്കെ എൻ്റെ വീട് മട്ടന്നൂരാണ്. മട്ടന്നൂരൊക്കെ ചെയ്തു വന്നിട്ട് ഗോവയിൽ നടന്ന നാഷണൽ ഗെയിംസിൽ ബാബു ഒരു 2-3 ദിവസം ഞങ്ങൾ ഒന്നിച്ച് നാഷണൽ ഗെയിംസ് ഉണ്ടായിരുന്നു. അത് സാധാരണ അങ്ങനെ പോകുന്ന സമയത്ത് അത്രയധികം മാനസികമായി അടുപ്പുള്ള ഒരാൾ മാത്രമേ നമ്മൾ ഒന്നിച്ച് കൂട്ടാറുള്ളൂ. കാരണം ഒരേ റൂമിൽ താമസിക്കണം, ഒന്നിച്ച് പരിപാടികളിലൊക്കെ പങ്കെടുക്കണം. അപ്പം അത്രയും ഒരു മാനസികമായി ഒരു അടുപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ബാബുവിനെ വിളിച്ചത്. ബാബു അത് വളരെ എന്താ പറയുക സ്നേഹത്തോടുകൂടി അംഗീകരിക്കുകയും കൂടെ വരികയൊക്കെ ചെയ്തു. അപ്പം ഈ വേറെ ഒരു കാര്യം, ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും സംസാരിച്ചപ്പോഴാണ് ബാബു വേറൊരു തലത്തിൽ കിടക്കുന്ന ആൾ കൂടിയാണെന്ന് മനസ്സിലായത്. അത്ര വരെ നമുക്ക് സ്പോർട്സുമായിട്ടൊക്കെ പിന്നെ അത്യാവശ്യം കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളെന്നാണ് ഞാൻ വിചാരിച്ചത്. സാധാരണ നമ്മൾ പറയും, നേരത്തെ ഇവിടെ അത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മളെ കൂടെ നടക്കുന്ന പലരുടെയും പൂർണ്ണമായ അയാൾ ഏത് തരത്തിലാണ് അയാളുടെ വ്യക്തി എന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ലെങ്കിൽ മനസ്സിലാക്കാറില്ല. ബാബു നമ്മളുടെ എല്ലാ മീറ്റിങ്ങിലും കാണാം, പലതിനും കാണാം, ഈ ലയൺസ് ക്ലബിൻ്റെ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ ബാബുവിൻ്റെ ക്രെഡൻഷ്യൽസ് എന്തെല്ലാം അദ്ദേഹത്തിൽ ഉള്ളത് എന്നുള്ളത് സത്യത്തിൽ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ വളരെ സ്നേഹവും അതൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയേറെ കഴിവ് ബാബുവിലുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. തീർച്ചയായും കാരണം ഈ നാട്ടിൻ്റെ തന്നെ ഒരു വലിയ അംഗീകാരമുള്ള ഒരു വ്യക്തിയാണ് ബാബു എന്ന് ഇപ്പം മനസ്സിലായത്. എന്തായാലും പിന്നെ വേറൊരു കാര്യമുണ്ട്, ഏത് കാര്യം ബാബുവിനെ ഏൽപ്പിച്ച് അത് വളരെ ഭംഗിയായി നടത്തുമെന്നുള്ളത് എനിക്കറിയാം. കാരണം ഒളിമ്പിക് അസോസിയേഷൻ്റെ ഈ 2-3 വർഷം നടന്ന പല പരിപാടികളും ഒരു കുറച്ചധികം വർഷമായിട്ട് അതിൽ മയിൽ ഭാഗത്തുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് ബാബുവിനെയാണ് ഏൽപ്പിക്കുക. 2 വർഷം മുമ്പേ, അത് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം കഴിഞ്ഞ കേരള ഒളിമ്പിക്സ് ഗെയിംസ് എന്ന രീതിയിൽ ഒരു വൻ പരിപാടി നടത്തിയിരുന്നു. അതിൽ മയിൽ, അതായത് ഒരു റീജിയൻ തിരിച്ചാണ് പരിപാടികൾ പലതും നമ്മൾ ആസൂത്രണം ചെയ്തത്. അല്ല, ഈ ഏരിയയിൽ ഏറ്റവും നന്നായി കണ്ണൂർ ജില്ലയിൽ നമ്മളെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് മയിൽ ബാബുവാണ്. ധാരാളം സ്കൂളുകളിൽ ആ പരിപാടികൾ എത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്തത്. ബാബുവിൻ്റെ എല്ലാ വീഡിയോയും അതുപോലെ ഫോട്ടോയും സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായി നമുക്കൊരു ജില്ലയ്ക്ക് കൂടുതൽ അംഗീകാരം നേടിത്തന്നിട്ടുള്ളത് ഈ മയിൽ ഭാഗത്തെ പ്രവർത്തനം തന്നെയാണ്. അതുപോലെ ഇപ്രാവശ്യത്തെ ഒളിമ്പിക് ഡേ സെലിബ്രേഷനും വളരെ ഭംഗിയായി ഈ ഏരിയയിൽ ധാരാളം കാര്യങ്ങൾ ബാബു ചെയ്യാറുണ്ട്. അപ്പോൾ സ്പോർട്സ് രംഗത്തും അതുപോലെ തന്നെ മറ്റ് പല രംഗങ്ങളിലും വളരെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാളാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു അവാർഡ് ഗുരു നിത്യചൈതന്യ ഏരിയയുടെ പേരിലുള്ള മികച്ച സംരംഭകനുള്ള പുരസ്കാരം. അപ്പം സത്യത്തിൽ ഞാനത് കേട്ടപ്പോൾ ഞാൻ ബാബുയോട് ചോദിച്ചത്, ഈ സംരംഭകനുള്ള അവാർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതിന് അർഹനാണ്. കാരണം അത് അപ്ലൈ ചെയ്ത് കൃത്യമായി ഒരു വലിയ കമ്മിറ്റി വിലയിരുത്തിയിട്ടാണ് അത് കൊടുക്കുന്നത്. അത് കിട്ടിയതിൽ ഞങ്ങൾ പ്രത്യേകിച്ചും ബാബുവിൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഞങ്ങളൊക്കെ തന്നെയും അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. ബാബുവിനെ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ബാബുവിനെ ആദരിക്കേണ്ടതുണ്ട് എന്നുള്ളത് രാജേഷ് ഇവിടെയുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അസോസിയേഷനിൽ കൃത്യമായി ഇതിനെപ്പറ്റി ഒരു അറിവില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതും ബാബുവിന് എന്തായാലും തീർച്ചയായും കണ്ണൂർ ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ഒരു ആദരവ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏർപ്പെടുത്തുമെന്നുള്ളത് കൂടി ഞാൻ പറയാൻ ഈ ഒരവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായും ഇനിയും വരും കാലങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടക്കാൻ ബാബുവിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള നമ്മളിൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് കൂടി ബാബുവിനോട് ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മൾ ലഹരി ഇവിടെ ഒരു വിമുക്തിയുമായി ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്താൻ വേണ്ടി ആലോചിച്ചപ്പോൾ അത് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തിക്കൊണ്ട് ഒരു സന്ദേശം നൽകാൻ വേണ്ടി
തീരുമാനിച്ചപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചത് നമ്മുടെ ബാബുവാണ്. എന്ത് ആവശ്യത്തിനും നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഞാൻ പലപ്പോഴും ബാബുവിൻ്റെ സഹായം തേടാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെ പഞ്ചായത്തിൻ്റെ ജനകീയ ഹോട്ടൽ മയിൽ ടൗണിലേക്ക് മാറുന്ന ഘട്ടത്തിൽ അതിൽ നമുക്ക് അവർ പറയുന്ന വാടക കൊടുക്കാൻ സാധിക്കില്ല. പഞ്ചായത്ത് PWD റേറ്റ് നമുക്ക് അറിയണം. അപ്പോൾ അതറിയണമെങ്കിൽ അതിലെ നമ്മളെ പഞ്ചായത്തിലെ AEൻ്റെ സെക്ഷനിൽ പോലും അവർക്ക് പോലും ഇതിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഞാനുടനെ ബാബുവിനെ വിളിച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് ആ റേറ്റ് നിശ്ചയിച്ച് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ഫോറം ഉണ്ടായിരുന്നു. ആ ഫോറം കൊടുത്തപ്പോൾ അത് കൃത്യമായി അത് ഫില്ലപ്പ് ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി സമയബന്ധിതമായി ചെയ്തു തന്നത് ബാബുവാണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ചെറിയ 2 കുട്ടികൾ സൈക്കിളിൽ വയനാട് വരെയുള്ളൊരു യാത്ര സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ കാര്യത്തിലും ഒരു സ്പോർട്സ്മാൻ എന്നതിലുപരിയായി എല്ലാ സാമൂഹ്യ മേഖലകളിലുള്ള മറ്റെല്ലാ മേഖലകളിലും നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ബാബു. അപ്പോൾ തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിവിടെ ഒരുപാട് ആളുകളെ പറ്റി ഇവിടെ പരിചയപ്പെട്ടപ്പോൾ അവരെ പരിചയപ്പെടുത്തിയപ്പോൾ ഇത് വലിയൊരു സദസ്സായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ശ്രീമതി ശ്രീ ബാബു പണ്ണേരി, പ്രിയപ്പെട്ട സദസ്സിലുള്ള ബാബുവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ബാബുവിന് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം ലഭിച്ചു, പുരസ്കാരം ലഭിച്ചു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ വലിയൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം അർഹിക്കുന്ന ഒന്ന് കിട്ടി എന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക്, ഒരു കുടുംബത്തിന് പോലെ, സഹോദരനെ പോലെ കുറേ കാലം നമ്മൾ ഒന്നിച്ച് ഇടപെടുന്ന ഒരാൾക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ ഭാഗമായി ഇവിടെ വീണ്ടും ഒരു പവർ ക്ലബിന്റെ ക്രിക്കറ്റ് ക്ലബിന്റെ ഭാഗമായി അതിനെ സംഘടിപ്പിക്കുന്നത് കേട്ടപ്പോൾ അത് ക്ഷണിച്ചപ്പോൾ എന്ത് തന്നെയായാലും അതിൽ പങ്കെടുക്കണമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും പരിപാടിയിൽ പങ്കെടുത്തത്. ഞാൻ ബാബുവിൽ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. ഞാൻ ചെയർമാനായിരിക്കുന്ന ഇന്ത്യൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരുപാട് കെട്ടിടങ്ങൾ അതിൻ്റെ ക്യാമ്പസ് ഉണ്ടെങ്കിൽ കൂടി അതിൽ വലിയൊരു ഭാഗം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പണിതിട്ടുള്ളത് ബാബുവേട്ടനാണ്. ഏതൊരു കാര്യം എന്തെങ്കിലും ഒരു ഭാഗപ്പുഴ നമ്മുടെ മനസ്സിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ, സ്വാഭാവികമായും പണിക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരുടെ കാര്യം എന്തെങ്കിലും ഒരു ഭാഗപ്പുഴ കണ്ടാൽ ഉടനെ നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വളരെ സന്തോഷപൂർവ്വം അത് മാറ്റിക്കൊണ്ട് നമ്മളത് ബോധ്യപ്പെടുത്തുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ബാബുവേട്ടൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി അതിനെ മുൻകൈയെടുത്തുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്ന വർക്കിൽ പൂർണ്ണമായി സത്യസന്ധതയും ആത്മാർത്ഥതയും മുന്നോട്ട് വെക്കുന്ന വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും ബാബുവേട്ടന് അത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള വ്യക്തിയാണ്. തീർച്ചയായും ബാബുവേട്ടനുമായുള്ള ബന്ധം ഒരിക്കൽ കൂടി ഉയർപ്പിക്കാൻ ഈ ഒരു വേദി സഹായമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുരസ്കാരം ലഭിച്ച ബാബുവേട്ടന് എല്ലാവിധ ഭാവങ്ങളും നേർത്തുകൊണ്ട് ആശംസകളും നേർത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ്. ആദ്യകാലങ്ങളിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഘട്ടങ്ങളിൽ, അതിനുശേഷം ആദ്യമായി മയ്യിൽ ഒരു ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ ചെയർമാനായി ഞാനും കൺവീനറായി ബാബു വർഷങ്ങൾക്ക് മുൻപ്. തുടർന്ന് മയ്യിൽ നടത്തി വരുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഞാൻ യങ് ചാലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയായി പ്രവർത്തിക്കുന്ന കാലത്ത് ബാബു അതിൻ്റെ ഈ ടൂർണമെൻറ്റ് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ സഹായകരമായ ഇടപെടലുകൾ നടത്തുന്ന ഒരാളാണ്. എൻ്റെ സഹോദര തുല്യനായ സുഹൃത്ത് ബാബുവിനൊരു ഉയർച്ച കാണുമ്പോൾ, ഒരു അംഗീകാരം കിട്ടുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ വളരെ സന്തോഷിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇത്തരം അവാർഡുകളൊക്കെ
ബാബുവിനെ സംബന്ധിച്ച് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും കൂടുതൽ അവർ സമൂഹത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാകാനും വിനയാന്വിതരാകാനും ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയാവാനും ഒക്കെയുള്ള ഒരു മാനസിക പരിവർത്തനത്തിനുള്ള ഒരു ഹേതുവാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബാബുവിൻ്റെ വ്യക്തിജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലുമൊക്കെ തന്നെ വിജയം കൈവരിക്കുവാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. വേദിയിലും സദസ്സിലുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തും ദീർഘകാലം പല മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയും ആയ ബാബുവിന് പ്രായം കൊണ്ട് എൻ്റെ അനുജനാണ്. ഇനിയും നാൾ വഴികൾ ഉന്നതിയിലേക്ക് ഉള്ള പാതകളായി തീരട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും ബഹുമാനനായ ഹാജിക്ക പറഞ്ഞതുപോലെ ഈ ഒരു അവാർഡല്ല, ഒരു നാഷണൽ അവാർഡ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുവൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞാനിവിടെ സംസാരിക്കുന്നത് മയിൽ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ്. ബാബുമായിട്ട് വ്യക്തിബന്ധങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എപ്പോൾ കണ്ടാലും ബാബുട്ടാൻ എന്നെ വിളിക്കും, ഞാൻ ബാബു എന്ന് വിളിക്കും. പഴയ കാലത്ത് സംസാരിക്കും. പിന്നെ ബാബുവിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വന്നപ്പോഴാണ് വീണ്ടും വീണ്ടും ബാബുവെ കാണുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ പല സ്ഥലത്തും പോകുന്ന വ്യക്തിയായതുകൊണ്ട് ബാബുവിനെ നേരിൽ കാണലും എല്ലാം അവസരം കുറവായിരുന്നു. ഈ അടുത്ത കാലത്ത് ലയൺസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ബാബു നമ്മുടെ ഇവിടെ ക്ലബിൻ്റെ ആദ്യ സെക്രട്ടറിയായി വന്നു. കൂടുതൽ എടുക്കാനും ഒരു നല്ല സുഹൃത്താണെന്ന് മനസ്സിലാക്കാനും സാധിച്ചത് ഈ അവസരത്തിലാണ്. ബാബുവിൻ്റെ മറ്റുള്ള സംരംഭ പ്രവർത്തികളെ പറ്റിയൊന്നും വലിയ അറിവില്ലെങ്കിലും ബാബു കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നല്ല വർക്കുള്ള ആളാണ്. സ്പോർട്സിൽ നല്ല ഇൻട്രസ്റ്റുള്ള ആളാണ്. ക്ലബ്ബുമായും മറ്റുള്ള പവർ സ്പോർട്സ് ക്ലബ്ബുമായും എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ അറിയാമായിരുന്നു. പക്ഷെ നമ്മുടെ മേഖലയെ കൂടി സഞ്ചരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ചിലപ്പോൾ ഒരു അകൽച്ച പാലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ബാബു ഈ ഗുരു നിത്യചൈതന്യതി പുരസ്കാരം കരസ്ഥമാക്കുക വഴി നമ്മുടെ നാടിന് ഒരു നല്ല സന്ദേശമാണ് നൽകുന്നത്. ആ സന്ദേശം കൂടുതൽ മികവിലേക്കും കൂടുതൽ പ്രവർത്തനത്തിലേക്കും നടന്ന് ബാബു വളരെ ഉന്നതമായ രീതിയിൽ എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ ആശംസിക്കുന്നതോടൊപ്പം സേവന പ്രവർത്തനത്തിൽ അതുല്യമായ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ലയൺസ് ക്ലബ് ഇന്റർനാഷണലിൻ്റെ ലോകമെങ്ങും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടി ഇപ്പോഴത്തെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റാണ് ബാബു പണേരി. ആ രംഗത്തും അദ്ദേഹം ശോഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല നമസ്കാരം. പ്രൊഫസർ ജഗന്നാഥൻ, സുരേഷ് ബാബു, അതുപോലെ തന്നെ സി ചൗക്കരാജ്, പ്രിയപ്പെട്ട സദസ്സിലുള്ള നാല് വ്യക്തികൾ, കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ബാബുവിൻ്റെ ഒരുപക്ഷെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ നല്ല മയ്യിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ആദ്യം ബാബുവിനെ പരിചയപ്പെടുന്നപ്പോൾ. ബാബു കണ്ണൂരിലേക്ക് PTK മെമ്പറുടെ അടുത്തേക്ക് പോകുന്നൊരു ഘട്ടമാണ്. അപ്പോൾ ഞാൻ സാധാരണ ഈ മക്കളിൽ കൂടി പരിചയപ്പെടുവാന്നറിയില്ല. അങ്ങനെയാണ് റിസോർട്ടിൽ കൂടിയാണ് ഞാൻ എൻ്റെ മകൻ എപ്പോഴും പറയും ഇങ്ങനെ ബാബു പണ്ണേരി എന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറയും. അപ്പോൾ ഞാൻ അന്ന് ഈ ബാബു പണ്ണേരിനെ പറ്റി കൃത്യമായി അറിയില്ലേ. ഒരു ദിവസം ബസ്സിൽ കയറുമ്പോഴാണ് ബാബു പണ്ണേരിൻ്റെ അടുത്തിരുന്നത്. അപ്പോൾ PTK മെമ്പറുടെ അടുത്ത് പോകുന്ന സമയത്താണ് ആ തുടക്കം. അതിന് ശേഷമുള്ള തുടക്കം പിന്നെ ഞങ്ങളുടെ ഒരു സൗഹൃദ ബന്ധം, കുടുംബ ബന്ധം പോലെയായി. പക്ഷെ എനിക്കിപ്പോഴും ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു ബാബുവിനൊരു കഴിവ്, ഒരുപക്ഷെ അതിനൊരു പാരമ്പര്യം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു പാരമ്പര്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ പലപ്പോഴും അത് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അച്ചാച്ചൻ ഒരു നല്ല കൺസ്ട്രക്ഷൻ്റെ ആളാണ്. കാരണം ആദ്യമായി കോളാർ കേസ് കേരളത്തിൽ സംഘടിപ്പിച്ചത് CK രാമട്ടനാണ്. അപ്പോൾ CK രാമട്ടൻ്റെ മോനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ബാബുവിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല അന്നത്തെ മണിയാണി എന്ന് പറഞ്ഞാൽ CK രാമട്ടൻ, അതുപോലെ തന്നെ മയിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സഖാവ് KKയുടെ വലങ്കയ്യായി എപ്പോഴും മയിൽ ടൗണിൽ കൂടി KKയുടെ വലങ്കയ്യായി നടക്കുന്ന CK രാമട്ടൻ്റെ കുടുംബ പശ്ചാത്തലം അതിൻ്റെ ഒരു ഭാഗം അത് ബാബുവിൽ കൂടി നമുക്ക് പ്രതിഫലിക്കുകയാണ് ഇപ്പോഴും. കാരണം അതിൻ്റെ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് CK രാമട്ടൻ്റെ ആ പാരമ്പര്യം നിലനിർത്താൻ ബാബുവിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന് ഇവിടെ CH ചൗക്കരാജിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കുറേ കാലം. CH ചൗക്കരാജിയെ പറ്റി എത്രയൊക്കെ അറിയുന്ന എനിക്കറിയില്ല. ഞാനൊരു 1973 മുതൽ ഒരു 2001 വരെ വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം ട്രഷറി കരാറുകാർക്ക് തമ്മിലുള്ള ബന്ധമാണ്.
പക്ഷെ അതിൻ്റെ അകത്ത് CH അബൂബക്കറാജി ജീവിതത്തിൽ എപ്പോഴും ഫൈനൽ ബില്ല് മാത്രമേ മാറാറുള്ളൂ. ഫൈനൽ ബില്ല് മാത്രം മാറുന്ന ഒരു ഏക കോൺട്രാക്ടർ CH അബൂബക്കറാജിയാണ്. കാരണം പാർട്ട് ബില്ല് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലില്ല. കാരണം ഈ പാർട്ട് ബില്ല് കിട്ടാൻ കുറേ പ്രയാസമുണ്ട്. കാരണം അത് എഞ്ചിനീയർമാരെ സ്വാധീനിക്കണം, അവരെ കൊണ്ട് കർഷകനെ ധരിപ്പിക്കണം. അപ്പോൾ അതിനൊന്നും ഇയാൾ പോകില്ല. ഇയാൾ ഫുൾ പണിയെടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് പോയി കാണിച്ച് കൊടുത്താൽ കൊടുക്കും. പിന്നെ കൊടുത്തിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ കോടതി പോയിട്ട് വാങ്ങാം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കരാറുകാരന് ഒരു 10 റുപ്യ എഞ്ചിനീയർക്ക് കൊടുക്കാത്ത ഏക വ്യക്തി CH അബൂബക്കറാജിയാണ്. നമ്മൾ പലർക്കും അറിയില്ല. ഞാൻ വ്യക്തമായി എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് CH അബൂബക്കർ. അതുപോലെ തന്നെ അദ്ദേഹം സ്പോർട്സ് രംഗത്ത് ഞങ്ങളുടെ കേരള റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിൻ്റെ വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അയാൾ KFൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഞങ്ങൾക്കൊരു ട്രോഫി തന്നു. പോയി പറഞ്ഞാൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വലിയ പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജഗന്നാഥൻ കേരളത്തിൽ റെഡ് സ്റ്റാറിൻ്റെ യൂണിവേഴ്സിൻ്റെ ഒരു പ്ലെയറാണ്. എനിക്കിപ്പോൾ എത്രയൊന്നും അറിയുന്നില്ല. കേരളത്തിൽ റെഡ് സ്റ്റാറിൻ്റെ ഒരു നല്ല കളിക്കാരനായിട്ടാണ് ജഗന്നാഥൻ വരുന്നത്. പിന്നീട് ആ ജഗന്നാഥൻ പഠിച്ചു, ഉയർന്നു, ബേസിക് എഡ്യൂക്കേഷൻ ഡയറക്ടറായി, കോളേജ് പ്രിൻസിപ്പാളായി. പക്ഷേ വോളിബോളിലെ വളരെ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ച ഇന്റർനാഷണൽ റഫറി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് നമ്മുടെ അടിയൻ അരുണാചലൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വന്നതാണ്. അപ്പോൾ ആ രീതിയിൽ രണ്ടുപേരും പ്രഗത്ഭരാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഈ ജഗന്നാഥനെയും കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ അവാർഡ് നമുക്കറിയാം. നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത് അത് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ആ അവാർഡ് കിട്ടിയത് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്രവർത്തനം കൂടിയാണ്. അത് സാധിക്കാൻ ബാബുവിന് നല്ല കഴിവുണ്ട്. ആ ബാബുവിൻ്റെ ആർക്കിടെക്ചർ അദ്ദേഹം എനിക്ക് തോന്നുന്നത് പിന്നെ നമ്പൂരി ഇടൂഴിയാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു നല്ല കൺസ്ട്രക്ഷൻ അല്ലേ. ഇടൂഴിയുടെ അവിടെ പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരു തൂണിൻ്റെ മേലുള്ള ഒരു കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ മറ്റൊന്നിക്കൊന്ന് പാച്ചേരി കുഞ്ഞിരാമൻ്റെ സ്മാരക വായനശാല ഒരു കൺസ്ട്രക്ഷനാണ്. വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു സ്ഥലമാണ്. നമ്മൾ കണ്ടാൽ വിചാരിക്കുന്നത് വലിയൊരു ഹോളാണ്, പക്ഷെ ഒന്നുമില്ല, ചെറിയ ഒരു സ്ഥലത്താണ് ആ പാച്ചേരി കുഞ്ഞിരാമൻ സ്മാരകം. ആ ഡിസൈനിങ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള നല്ല കഴിവ് ആ കാര്യത്തിലുണ്ട്. ആ കഴിവിനെയും കൂടുതൽ ശ്രമിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ അവാർഡും എല്ലാവിധ ആശംസകളും പണിയിൽ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു ആദരവ് ബാബുവിനെ തേടിയെത്തിയത് നമുക്ക് അറിയാം. മയിൽ ഈ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാ, കായിക രംഗങ്ങളിൽ ഇത്രത്തോളം നിറഞ്ഞു നിൽക്കുന്ന വേറൊരു വ്യക്തിത്വം ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം പല ആൾക്കാരും പല മേഖല ഉണ്ടാവും. പക്ഷേ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അതിലെല്ലാം കഴിവ് തെളിയിച്ച ഒരാളാണ്. പഴയ ഞാനും ബാബുവായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പകാലത്തോടെ തന്നെ നമ്മളൊരു ബന്ധമാണ്. അതെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ നാടകം വളരെ സജീവമായിരുന്നു. ബാബു കലാമേഖലയിൽ നാടകത്തിലൊക്കെ വളരെ സജീവമായിരുന്നു. നമ്മളന്നേരം ഫുട്ബോൾ കളി, അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിയുടെ നമ്മൾ തുടക്കം കായൽ. ബാബു എല്ലാവരും ഒരു പേടി സ്വപ്നം. എതിർ ടീമിൽ ബാബു ഉണ്ട്. അന്ന് CK ബാബു എന്ന് വിളിക്കുക ബാബുവിനാണ്. പിന്നെ അത് പണ്ടേരി ബാബുവിലേക്ക് ബാബു വന്നത്. പിന്നെ CK ബാബു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും എതിരില്ല നിൽക്കുന്നവർക്കൊരു പേടിയാണ് ബാബു. ബാബു അത്ര വളരെ ഇതായിരുന്നു. കളിയിലായാലും ഏത് കാര്യത്തിലും ബാബു ജയിച്ചേ അടങ്ങും. അന്നേരത്തെ കളിയിലായാലും അതങ്ങനെ എല്ലാ മേഖലയിലും. പിന്നെ ബാബു കളിക്കാത്ത ഇതില്ല. എല്ലാ ഷട്ടിലായാലും പിന്നെ ഈ ബാസ്കറ്റ് ബോള്, അങ്ങനെ ബാബു കളിച്ച കളിയിലായാലും ബാബു അവൻ്റെ ഒരു കഴിവ് അതിൽ മാക്സിമം അത് തെളിയിച്ചിരിക്കും. അതാണ് ബാബുവിൻ്റെ ഒരു വാശി. പിന്നെ അങ്ങനെ നമ്മൾ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ക്ലബ്ബിൽ ഉപയോഗിക്കുന്ന ക്രിക്കറ്റ് കളി, ആ ക്രിക്കറ്റ് കളി തന്നെ ഭയങ്കര തമാശയുണ്ട്. പണ്ട് നമ്മൾ ടൂർണമെൻറ്റ് വെക്കും ക്രിക്കറ്റ്. ഈ മയിലിവർ താഴെ ഭാഗത്തൊരു ടീം, നമ്മൾ മുകളിൽ ഇവിടെ മയിലുള്ള ഒരു ടീമുകൾ. ബാബുവിൻ്റെ താഴെ ഭാഗത്തു നിന്ന് അത് കൂടുതൽ ആൾക്കാർ വരില്ല. ബാബു ഒരു 5-6 ആൾക്കാർ കിട്ടും. ബാക്കി എങ്ങനെയും കളിക്കണം എന്നുള്ള ബാബുവിൻ്റെ വാശിയാണ്. നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ മാച്ച് കളിക്കും. അപ്പോൾ അന്നേരം ഈ കുറേ പോകാൻ നിൽക്കുന്നവരിലുണ്ടാവും. പഠിക്കുവാൻ നിൽക്കുന്നവരെല്ലാം കൂട്ടിയിട്ട് 11 ആളെ ആക്കിയിട്ട് ബാബു എങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വരും. ബാബു തന്നെ മെയിനായിട്ട് കളിക്കുക. ഇവരെല്ലാം കൂട്ടി അവരെ വെറുതെ നിർത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 11 ടീമുണ്ടെങ്കിലേ കളിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വാശി കളിയിൽ അന്ന് മുതലേ ബാബുവിന് അങ്ങനെ ഒരു ഇതാണ്. ആളെ സംഘടിപ്പിച്ച് കൂടെ നിർത്തുക, കൊണ്ടുവരിക എന്നുള്ളത് ബാബുവിൻ്റെ ഒരു കഴിവുണ്ടല്ലോ. അത് നമ്മളെ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപീകരിക്കുന്നതും പിന്നെ നമ്മൾ ടൂർണമെൻറ്റ് 5-6 വർഷം ടൂർണമെൻറ്റ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ 5-6 വർഷം അതോടുകൂടി നമ്മളെ മയിൽ പവർ ക്ലബ്ബ് ഈ കണ്ണൂർ ജില്ല മൊത്തം അറിയാൻ ആ ടൂർണമെൻറ്റോട് കൂടിയാണ്. നമ്മൾ പല ഭാഗത്ത് കളിക്കാൻ പോകും. പല ടീമുകൾ ഇവിടെ വന്ന് കളിക്കാറുണ്ട്. അതായിരിക്കും എനിക്ക് തോന്നുന്നു ബാബുവിൻ്റെ ഒരു സംഘാടന മികവ് ആദ്യം തെളിയിച്ചത് ആ ക്രിക്കറ്റ് കളിയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങളാണ്. പിന്നെ ബാബു മയിൽ നിറഞ്ഞു നിൽക്കാത്ത ഇതില്ല. ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ഒരുപാട് സംഘടനകൾ. ഇപ്പം ഈവൻ നമ്മളെ മയിൽ നാടകക്കൂട്ടത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ബാബുവെല്ലാം കൂടിയിട്ടാണ് നമ്മളെ നാടകക്കൂട്ടം രൂപീകരിച്ചത്. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ ലയൺസ് ക്ലബ്ബ് രൂപീകരിക്കുന്നതിലും പിന്നെ പാർക്ക് ഇപ്പോൾ സ്പോർട്സ് ക്ലബ്ബ് തന്നെ രൂപീകരിക്കുന്നതിലും എല്ലാം ബാബുവിൻ്റെ ആദ്യത്തെ ഇനിഷ്യേറ്റീവ്, ബാബുവിൻ്റെ തുടക്കമുണ്ട് ഇതിൽ. അപ്പോൾ ബാബു ഇപ്പം ബാബുവിൻ്റെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് പറയുക. ഇപ്പം മയിൽ ഒരു 70% ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ബാബുവിൻ്റെ കയ്യൊപ്പില്ലാത്ത ഏതെങ്കിലും രീതിയിൽ ബാബുവിൻ്റെ ഒരു ഇടപെടൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും.
ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഈ ഒരു ഏകദേശം ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്, ഈ ആധുനിക മൈൻഡിൻ്റെ ശില്പി എന്നെല്ലാം ബാബുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ബാബു. ഏതായാലും ഇങ്ങനൊരു ആദരവ് ബാബുവിന് ഇനിയും കൂടുതൽ അംഗീകാരങ്ങളും കൂടുതൽ ഈ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജവും ബാബുവിന് ഉണ്ടായിട്ട് എന്ന് ആശംസിക്കുന്നു. വലിയ സന്തോഷം തോന്നുന്ന മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ബാബുവേട്ടന് ഞാൻ സർവീസിൽ പ്രവേശിച്ച ആ സമയം മുതൽ തന്നെ സ്കൂളിൽ കുട്ടി, ബാബുവേട്ടൻ്റെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വന്ന് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ സമയം മുതൽ തന്നെ സ്കൂളിൽ വലിയ മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിൽ നിന്ന് അതിനുശേഷം എക്സിക്യൂട്ടീവിലും PTA പ്രസിഡന്റ് ഉൾപ്പെടെ ആകുന്ന നിലയിലേക്കും ബാബുവേട്ടന് എത്തിച്ചേരാൻ സാധിച്ചു. ഇപ്പോഴും സ്കൂളിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ആ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യത്തിൽ വലിയ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ബാബുവേട്ടൻ്റെ കയ്യൊപ്പ് നല്ല പോലെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റ് സ്വന്തം തന്നെ പണം ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്ത് അതിന് വേണ്ട മറ്റുള്ള സോഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് അതിന് സാമ്പത്തിക സമാഹരണം എങ്ങനെയൊക്കെയാണ് സമാഹരിക്കുക എന്നുള്ള ആലോചനയിൽ നിന്ന് ആ ഒരു രൂപത്തിലേക്ക് സ്കൂൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇതിൽ നിങ്ങൾക്ക് ഈ മുമ്പിലിരിക്കുന്ന പലർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇപ്പോഴും സ്കൂളിന് വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള പഴയ കെട്ടിടം ഉൾപ്പെടെ പൊളിച്ച് അതിൽ ഏത് തരത്തിലാണ് സ്കൂൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ലക്ഷ്യം വെച്ച് സദാ സ്കൂളിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അത്തരത്തിലുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മളുടെ സ്കൂൾ കൈവരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ട്. നിരവധിയായ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി മേഖലകളിൽ കയ്യൊപ്പ് ചാർത്താൻ വേണ്ടി ബാബുവേട്ടന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞ ഈ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് മാത്രമല്ല, ബാഡ്മിൻ്റൺ, അതുപോലെ തന്നെ ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വർഷം തന്നെ ഒളിമ്പിക്സ് ഡേയുമായി ബന്ധപ്പെട്ട് ബാബുവേട്ടൻ ആ ഒരു പൈസയൊക്കെ ബാബുവേട്ടൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ വിനിയോഗിച്ചുകൊണ്ട് 2-3 പഞ്ചായത്തുകളിൽ ഈ ഒളിമ്പിക്സ് സന്ദേശം നൽകിക്കൊണ്ട് ബാബുവേട്ടൻ്റെ വാഹനത്തിൽ പോയി അവിടെ കുട്ടികൾക്ക് വേണ്ട കായിക ഉപകരണങ്ങൾ നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ ചടങ്ങ് ഒരു ഷട്ടിൽ ബാറ്റും കോർക്കും ഒക്കെ ജൂനിയർ ഡോക്ടർ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് നൽകുന്ന വലിയ സന്ദേശം, ഇത്തരത്തിലുള്ള അനുമോദനം ബാബുവേട്ടന് ലഭിക്കുന്നതോടുകൂടി, ബാബുവേട്ടൻ വളരുന്നതോടുകൂടി അത് നാട് വളരും. അതിലൂടെ നാട്ടിൻ്റെ നന്മകൾ എല്ലാ മേഖലയിലും, സാമൂഹ്യ രംഗത്ത് എല്ലാ മേഖലയിലും ബാബുവേട്ടൻ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ, നന്മ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിലയേറിയ ബഹുമതി ബാബുവേട്ടന് ലഭിക്കാൻ നമ്മൾ കാതോർക്കുകയാണ്. അതിനുവേണ്ടി ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഇങ്ങനെയൊരു പരിപാടി, അതായത് ഈ ഒരു പരിപാടിയെ കാണുന്നത് എൻ്റെ ഞാൻ മയിലിൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ സ്കൂൾ പഠനം കഴിഞ്ഞ് ആദ്യമായിട്ട് നമുക്കൊരു ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത് ഒരു വായനശാലയുടെ മയിൽ CRC ആണ് എൻ്റെ ആദ്യത്തെ ഒരു സംരംഭം. അതായത് CRCയിലൂടെയാണ് മറ്റ് പല സ്ഥലത്തേക്കും പോകുന്നത്. CRCയിൽ സംബന്ധിച്ചിടത്തോളം അന്നേരം ക്യാരം ബോർഡ് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ മാത്രമേ മയിലിവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ട് സുഹൃത്തുക്കളല്ലാത്ത ആൾക്കാരായിരുന്നു. ചെക്കാട്ടുകാവിൽ വെച്ചായിരുന്നു എന്നോടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പ്രദേശത്തേക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ഏറ്റവും നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളെ
അവിടെ നിന്ന് കിട്ടുകയും അതുതന്നെയാണ് ജീവിതത്തിലുണ്ടായിട്ട് ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ കണക്കാക്കുന്നു. അത്തരം ആ ബന്ധം ആ കളിക്കാർ അല്ലെങ്കിൽ അന്ന് പരിചയപ്പെട്ടവരായി ഇന്നും അതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നതിനുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ഈ കൂട്ടത്തിൽ ആരായിട്ടും നമ്മളെ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ആ നല്ല രീതിയിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു ചടങ്ങ് പോലെ എനിക്ക് ഫീൽ ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മളൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ പോലെ തോന്നിയിട്ടു. കാരണം എല്ലാ കുടുംബക്കാരാണ്, ഓരോ തരത്തിലുള്ള നമ്മുടെ ബന്ധുക്കളാണ് കൂടിയുള്ളത് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും എനക്കും എല്ലാവരെയും നന്നായിട്ട് അറിയുന്ന എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണയും സപ്പോർട്ടും എപ്പോഴും കിട്ടാറുണ്ട്. എന്ത് പരിപാടി പോയാലും ഈ കാണുന്നവരുടെ എന്താ അഭിപ്രായം ചോദിച്ചാലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം പറഞ്ഞ് തരുന്ന മുതിർന്ന ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ ജൂനിയറായിട്ടുള്ള ആൾക്കാരും ഒരുപാട് സഹായങ്ങളും ഹെൽപ്പുകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനുള്ള പ്രചോദനം കിട്ടിയത്. അത്തരം പ്രചോദനങ്ങൾ തന്നെയാണ് ഇത്തരം പരിപാടിക്ക് ആധാരമായിട്ട് വരുന്നത്. ഇങ്ങനെയൊരു പരിപാടി, ഇങ്ങനൊരു അവാർഡിൻ്റെ ഇതുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ ആദ്യം രാധാകൃഷ്ണൻ മാഷാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടപ്പോൾ അത് അങ്ങനെ അതിലൊക്കെ നമ്മൾക്ക് അതിനൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ കഴിവുണ്ടോ എന്നൊക്കെ ഞാൻ മാഷോട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഫോം ഉണ്ടായിരുന്നു, ആ ഫോം തന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഏകദേശം ഒരു 1-2 മാസത്തോളം നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ അതിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എടുക്കണം. നമ്മളൊരു 10-25-26 വർഷം മുമ്പേ ഉള്ള സംഭവങ്ങളടക്കം എല്ലാം കളക്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാം ശേഖരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുതലാണ് ഈ രംഗത്തേക്ക് വന്നത്. എല്ലാ മേഖലകളിലും അതിൻ്റെയൊക്കെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഏകദേശം ഒരു 250 പേജോളം വരുന്ന ഒരു പ്രിന്റ് ചെയ്ത ഒരു ഇതായിരുന്നു. അതാണ് മാഷ നേരത്തെ പറഞ്ഞത്, ഞാൻ മാഷ കാണിച്ചത്. അപ്പോൾ അതാണ് ഞാൻ അത് അയച്ചു കൊടുത്തു. അതൊന്ന് പോകുന്ന സമയത്ത് ആളുടെ എടുത്തു. മറ്റു പലരും ആവശ്യപ്പെട്ടാൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു, അങ്ങനെ കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ജൂറിൻ്റെ അവരിങ്ങനെ എന്നെ വിളിച്ചു, നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാഷ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ മാസം ജൂൺ മാസം ജൂലൈ 27-28 ഈ പരിപാടി നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ തുഞ്ചൻ പറമ്പിൽ നിപയുടെ കാരണം അന്നാ പരിപാടി മാറ്റിവെക്കുക ചെയ്തത്. അങ്ങനെയാണ് രണ്ടാമത് ഈ കഴിഞ്ഞ ദിവസം തുഞ്ചൻ പറമ്പിൽ വെച്ച് നടന്നത്. തുഞ്ചൻ പറമ്പിൽ വെച്ച് നടന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു സ്ഥലത്ത് പോകുന്നത്. ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും പിന്നെ അവിടുത്തെ ആ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഈ അബ്ദുൾ സമദ് സദാനി സാറിൻ്റെ ആ ഒരു പ്രസംഗങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഒരിക്കലും നമ്മളെ അന്ന് അദ്ദേഹം ഒരു 1.5 മണിക്കൂറാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം വേണമെങ്കിൽ ഇപ്പോൾ അതുപോലെ എനിക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ കേട്ടവർക്കെല്ലാം പറയാൻ പറ്റും. അത്രയും ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രമിച്ചൊരു പ്രസംഗമായിരുന്നു. കാരണം അത്രയും വളരെ നല്ല ഒരു രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു. അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. ഈ അവാർഡിനെക്കാട്ടി അത്തരം ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഈ PTK നമ്പ്യാർ സാർ, ഞാൻ നമ്പ്യാർ സാറിൻ്റെയൊക്കെയാണ് ആദ്യമായിട്ട് കണ്ണൂരിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അന്നേരം ഈ ഒരു പ്രാക്ടീസിന് ചെയ്യാൻ ഒരു എവിടെയും സ്ഥലം കിട്ടാത്തൊരു സമയമാണ്. അന്നേരം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ കൈ റെക്കമെൻഡൊക്കെ വേണം. അങ്ങനെ ഇവിടെ മയിലൂർ സ്കൂൾ ഉണ്ടായിരുന്ന കുഞ്ഞിരാം മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിരാം മാഷ് ഒരു ലെറ്റർ ഇദ്ദേഹം ലെറ്റർ കൊടുത്തേച്ചിട്ട് ആ ലെറ്ററാണ് കൊടുത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതാക്കിയത്. ആ ലെറ്റർ പിന്നീട് ഞാൻ ആ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ലെറ്റർ ഞാൻ വായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെറ്ററിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കലായിരുന്നു, പിന്നെ പ്രിയപ്പെട്ട നമ്പ്യാർ സാർ, ഇത് വരുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, വളരെ നല്ല പയ്യനാണ്, അവനെ വേണ്ട രീതിയിൽ നോക്കിയിട്ട് ചെയ്യണമെന്നത്. അപ്പോൾ അന്ന് ആ ഒരു വാക്കും, അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലുള്ള എനിക്ക് ഓഫീസ് പോയപ്പോൾ കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു. അപ്പോൾ ഞാൻ എന്തിനാലും എൻ്റെ അടുത്തേക്ക് പറഞ്ഞ ആളെ ഒരു കാരണവശാലും അവരുടെ പേര് മോശമാക്കുന്ന രീതിയിൽ ഇതുവരെയായിട്ടും ആ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളും വർക്കിൻ്റെ അനുഭവത്തിനേക്കാളും കണ്ണൂരായാലും സാറിൻ്റെ ഓഫീസ് കോഴിക്കോടുണ്ടായിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ കോയമ്പത്തൂർ, ഇത്രയൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തിരൂർ തുഞ്ചൻപറമ്പിൽ തന്നെ അതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പോയതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് പരശുരാമിന് സീസൺ ടിക്കറ്റ് എടുത്തിട്ട് എത്രയോ വർഷം അവിടെ പോയിട്ട് ഒരു വർക്ക് നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ണൂർ ഇപ്പം AKG ഹോസ്പിറ്റലിൻ്റെ ആദ്യത്തെ ഉണ്ടാക്കിയ ആളാണ് നമ്പ്യാർ സാർ. അങ്ങനെ കോഴിക്കോടാണ് സാറിൻ്റെ കൂടുതൽ വർക്ക് ഉണ്ടായത്. കാരണം ആർക്കിടെക്ട് നേരം കോഴിക്കോട് മേഖല വെച്ചിട്ടായിരുന്നു പ്രവർത്തിക്കുന്ന ഒരു കാലം. കണ്ണൂരൊക്കെ ആർക്കിടെക്ട് എന്നൊന്നും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു.
ആ ഒരു കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് വിദ്യാർത്ഥി ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ CH അബൂബക്കർ ഇവിടെ മയ്യിൽ ബസ് സ്റ്റാൻഡിൻ്റെ പണിയെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ആജിക്ക് ഇങ്ങനെ അന്വേഷിച്ചു, ഇങ്ങനെ ആരെങ്കിലും നമ്മളെ ഇതൊക്കെ നോക്കാൻ പറ്റുന്ന എഞ്ചിനീയർ ഉണ്ടോ വേറെ അങ്ങനെ ഉണ്ട്. അതിനുശേഷം അത് ഇന്ന് വരെയുള്ള ആ ബന്ധം അതുമാതിരി തന്നെ അജിക്കനൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരുമായിട്ട്, ഒരുപാട് ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഇതായിരിക്കും. കാരണം ഇവിടെ മയിലറിയില്ല, മയിലിങ്ങനെ ഒരു പള്ളിയിലെ പുതിയ പണി തുടക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ കമ്മിറ്റിക്കാർ ആജിക്കനെ പോയി കണ്ടപ്പോൾ ആജിക്ക പറഞ്ഞത് നിങ്ങൾ ബാബുവിനെ കണ്ടാൽ മതി, ബാബു വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അന്നേരം എല്ലാവർക്കും അറിയില്ല ആരാണ് ബാബു എന്നുള്ളത്, ഇവിടെ എൻ്റെ സെക്രട്ടറി എന്നല്ല. അപ്പോൾ അവരെന്നെ അന്വേഷിച്ച് കണ്ടു, ഞാനത് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ പല കാര്യത്തിലും അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടിയിക്കുന്ന പലരും ഇപ്പം കൃഷ്ണാട്ടൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ്. അതേപോലെ ഓരോ ആൾക്കാർ ഇപ്പം ITM കോളേജിലെ വർക്ക് എടുക്കുമ്പോൾ അവിടെയുള്ള അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയായാലും നമുക്ക് ചെയ്യുന്ന വർക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ എടുക്കുന്ന ഇടപെടലുകളില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം സാറെന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയറെക്കാട്ടിയും വൈദഗ്ധ്യമുള്ളൊരു എഞ്ചിനീയറാണ് മുനീർ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എടുക്കാൻ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് യാതൊരു വിഷമമില്ല. കാരണം നമ്മളെക്കാട്ടിയും ഇതിൻ്റെ അകത്ത് നോളജ് എടുത്ത് പ്ലാനൊക്കെ മിക്കപ്പോഴും നമ്മൾ ഫൈനലൈസ് ചെയ്ത പ്ലാൻ തന്നെ പുള്ളി രണ്ടാമത് വരച്ചു കൊണ്ടുവന്നിട്ടടക്കം അദ്ദേഹത്തിൻ്റെ വീടെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ കൊടുത്തു, പിന്നെ അദ്ദേഹത്തിനാണ് ഈ പ്ലാനൊക്കെ മാറ്റം വരുത്തി ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ഇതെല്ലാം കറക്റ്റായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ നമുക്കതൊരു റിസ്ക് ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടി ചില സ്ഥലത്തൊക്കെ ആകുമ്പോൾ ഇതുമായിട്ട് അറിയാത്തവരൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർ പറയുന്ന തെറ്റാണെങ്കിലും അതിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നാരായണൻ നമ്മൾ എൻ്റെ ഈ ഓഫീസ് ഫസ്റ്റ് മയ്യിൽ തുടങ്ങാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുകയും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടും എല്ലാം പറഞ്ഞു തന്നു. നാരായണൻ തന്നെ സ്വന്തം റൂം അവിടെ തന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇവിടെ വർക്ക് കണ്ടുപിടിച്ചു. ഇപ്പോഴും അദ്ദേഹം ആ രീതിയിലുള്ള സഹായങ്ങളും ഏത് രീതിയിൽ ലയൺസ് ക്ലബിൻ്റെ ഇവിടെ മയ്യിൽ സ്ഥാപിതമായ മയ്യിൽ സെക്രട്ടറി ഞാൻ പ്രസിഡന്റ് നാരായണൻ. അപ്പോൾ ആ ഒരു കൊല്ലക്കാലം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഓരോ സംഘടനയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ പ്രദേശത്ത് ഉള്ള പ്രവർത്തനത്തിലധികം പങ്കെടുക്കാറില്ലായിരുന്നു. കാരണം ഒരു പ്രാദേശികമായിട്ടാകുമ്പോൾ ചിലപ്പോൾ അതൊരു നമ്മുടെ എപ്പോഴും ഈ പ്രശ്നങ്ങൾ വേണ്ട അതിലൊക്കെ ഞാനധികം നാട്ടിൽ വിട്ട് കുറച്ച് അപ്പുറത്തുള്ള വയ്ക്കുള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ വളർന്നു ചെറുപ്പക്കാർ ഒരുപാട് വന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് വേണ്ടി ഇരിക്കുന്നുണ്ട് സൈത്ത് യങ്സ്റ്റാർ സ്പോർട്സ് ക്ലബിൻ്റെ അതിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അവിടെയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് വരുന്നുണ്ട്. അതിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ പുറകുന്നുള്ള സപ്പോർട്ട്, പിന്തുണ അത് വളരെ അധികം വിലപ്പെട്ടതാണ്. അത്തരം ഒരു ഇതാണ്. കാരണം മൈൽ എൽ പി സ്കൂളിൽ മകൾ പഠിക്കുന്ന സമയത്ത് PTA പ്രസിഡന്റിൻ്റെ തീരെ താല്പര്യം സുനീഷ് മാഷ് ഒറ്റ നിർബന്ധം കൊണ്ട് ലാസ്റ്റ് ഒരു കൊല്ലം ഞാൻ ലാസ്റ്റ് ആദ്യം പറഞ്ഞിരുന്നു, പക്ഷേ ലാസ്റ്റ് ഒരു കൊല്ലം നിന്നത്. അത് നിന്നപ്പോൾ ഒരുപാട് സാധ്യതകൾ പ്രവർത്തിക്കാനുള്ള ഒരു മേഖലയാണ് ആ മേഖല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞ് പ്രവർത്തിച്ച് മതിയായിട്ടായിരുന്നു. പിന്നീട് വീണ്ടും ആ സ്കൂളുമായിട്ട് ഇന്ന് നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. മാഷായ പിന്തുണയും സഹായമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്കിടെ വന്ന ആൾക്കാരെല്ലാം, കാരണം ഓരോ ആൾക്കാരും ആർക്കും വേറെ അഭിപ്രായം ഉണ്ടല്ലോ. കാരണം ഇനിയും ഇത്തരത്തിലുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മയ്യിൽ എന്ത് പരിപാടികളും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പരിപാടികളും നിങ്ങളെ സഹായത്തോടുകൂടി നടത്താൻ പറ്റും എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെ സഹായവും പിന്തുണയും എപ്പോൾ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ നമ്മുടെ ഈ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MV അജിത അവർക്ക് പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇത്രയും സമയം സാധാരണ ഈ നന്ദി പ്രസംഗം നടത്തുന്ന സമയത്ത് ഒട്ടുമിക്ക പേരും സ്റ്റേജ് വിട്ട് പോകാറാണ്. പക്ഷേ ഈ ചടങ്ങിലേക്ക് ആദ്യം എത്തിയ വ്യക്തികളുടെ കൂട്ടത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി. ഇതുവരെയും വളരെ ക്ഷമയോടുകൂടെ എല്ലാവരുടെയും സംസാരം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു വലിയ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ള ശ്രീ സുരേഷ് ബാബുവാട്ട് നമ്മളുടെ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും നമുക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകി നമുക്ക് നല്ല സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് നമുക്കൊക്കെ വളരെ പരിചിതനായി സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ SS അങ്ങേയറ്റം ഉയർത്തുന്നതിൽ വളരെ പ്രമുഖ പങ്കുവഹിക്കുന്ന ശ്രീ സുരേഷ് ആട്ടൻ അദ്ദേഹത്തിനും എൻ്റെ പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ പേരിൽ ഞാൻ ഇവിടെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള നമ്മുടെ
പ്രിയങ്കരനായിട്ടുള്ള വിശിഷ്ടാതിഥി ശ്രീ PTK നമ്പ്യാർ സാർ, അദ്ദേഹത്തിനും ഇത്ര സമയം ഇത്രയും ക്ഷമയോടുകൂടെ ഇവിടെ എല്ലാം കേട്ടുകൊണ്ട് PTK നമ്പ്യാർ സാറെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പഴയ ഓർമ്മ കൂടെ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുകയാണ്. കാരണം അതൊക്കെ നമ്മൾ PDഗ്രി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വല്ലപ്പോഴും കണ്ണൂർ ഭാഗത്തേക്ക് ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. എന്തെങ്കിലും ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ പിന്നെ തെക്കേ ബസാറിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവിടെ അന്നേരം ബാബു പിന്നെ അതേ കാലത്ത് ഈ എഞ്ചിനീയറിംഗ് വർക്കൊക്കെ പഠിക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ നമുക്ക് ആകെ കൂടെ ഒരു താവളം കണ്ണൂർ പോകുമ്പം വല്ലപ്പോഴും ഒരു 5 മിനിറ്റ് എവിടേക്ക് ഇരിക്കണമെങ്കിൽ ബാബുവിൻ്റെ ഓഫീസായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് ഉള്ള ഏക ഒരു സ്ഥലം. ആ സമയത്ത് മിക്കവാറും സമയങ്ങളിൽ നമ്പ്യാർ സാർ അവിടെ ഉണ്ടാവും. പക്ഷെ അന്നത്തെ നമ്മളെ കയ്യിൽ മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഫോൺ ബൂത്തുകളാണ് നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഫോൺ ബൂത്ത് വഴി ബാബുവിനെ ബന്ധപ്പെടാൻ ശ്രമിക്കും. ബാബുവിനെ ബന്ധപ്പെട്ടിട്ട് ചില സന്ദർഭങ്ങളിൽ ബാബുവിനും ബോസ് വഴിയുണ്ട്. ബാബുവിന് അത്രയ്ക്ക് പേടിയായിരുന്നു TVK നമ്പ്യാർ സാറ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, ആ ബോസ് തൽക്കാലം പുറത്തേക്ക് പോയിട്ടുണ്ട്, ഇവിടെ വരാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പരിപാടി ചായ മറ്റോ കിട്ടും. ഒരു 5 മിനിറ്റ് കുശലം പറയും, അത്യാവശ്യം സ്നേഹം പങ്കുവെക്കും. അന്നേരം നമ്മുടെ രാജൻ ബാബു അദ്ദേഹം കൂടെ അവിടെ ഉണ്ടായിരുന്നു ബാബുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. ബാബുവിനെ ഈശ്വരനെ കുറിച്ച് ആളായിട്ട് മിസ്സിങ് ആണ്, എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഓർമ്മ കൂടെ അവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു മുൻപരിചയമായിട്ട് നമ്പ്യാർ സാറിനെ കുറിച്ച് എനിക്കിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുള്ള ഡോക്ടർ ജഗന്നാഥൻ PK അവർകൾ, അദ്ദേഹം സെക്രട്ടറി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിനും ഈ വേദി അലങ്കരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മളുടെ ഈ ചടങ്ങിലേക്ക് ആശംസ സമർപ്പിച്ചിട്ടുള്ള ശ്രീ രവി മാണിക്കോത്ത്, അതുപോലെ തന്നെ ശ്രീ യൂസഫ് പാലക്കൽ, N അനിൽകുമാർ, KB ശശിധരൻ, മുനീർ KK, ശ്രീ PK നാരായണൻ, KP അബ്ദുൾ അസീസ്, രാജീവ് മാണിക്കോത്ത്, AK രാജ്മോഹൻ, KP കുഞ്ഞികൃഷ്ണൻ, ഗണേഷ് ബാബു, EK സുനീഷ്, മറ്റ് എല്ലാവരും ഈ ചടങ്ങിലേക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഹാർദമായ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ മുഴുവൻ നാട്ടുകാരും മറ്റ് മാധ്യമ പ്രതിനിധികളായിട്ടുള്ള പ്രത്യേകിച്ച് രവിയാട്ടൻ, നമ്മളുടെ എല്ലാ ചടങ്ങുകൾക്കും വളരെ പബ്ലിസിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന രവിയാട്ടൻ, അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള കവളിയോട്ട് വായനശാലയുടെ പ്രവർത്തകരായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള സൈത്ത്, മറ്റ് വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും പേരെടുത്ത് പറയാൻ ഒരുപക്ഷെ മാഷ് പറഞ്ഞ പോലെ മാഷനോട് ഇതിൻ്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ആരും പിന്നെ ഒഴിഞ്ഞു പോകരുത്, നിർബന്ധമായിട്ട് എല്ലാവരും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രത്യേക ആരും വിട്ടുപോകരുത് എന്ന് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഞാൻ നമ്മളെ മധുവാട്ടൻ അവിടെയുണ്ട്, എല്ലാവരും നാരനാട്ടൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിർത്തിക്കൂടെ. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത വേറെ ഈ ഒരു ഹാള് നമ്മൾ ഈ മീറ്റിങ്ങിലേക്ക് അനുവദിച്ചു തന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകർ, അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സെക്രട്ടറി ശ്രീ രാജുവേട്ടൻ, അതിൻ്റെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അതെല്ലാം രാജുവേട്ടൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ രാജുവേട്ടന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയാണ്.